വിശുദ്ധ ബൈബിൾ കുടുംബത്തിൽ ആരംഭിച്ച് കുടുംബത്തിൽ അവസാനിക്കുന്ന ഗ്രന്ഥമാണ്. ഏദനിലെ കുടുംബത്തിൽ ആരംഭിച്ച് വെളിപാട് പുസ്തകത്തിൽ സ്വർഗീയ ജെറുസലേം എന്ന കുടുംബത്തിൽ അവസാനിക്കുന്ന ജീവിത കഥകൾ, ചരിത്രങ്ങൾ കോറിയിട്ടിരിക്കുന്നു വേദപുസ്തകത്തിൻ്റെ താളുകളിൽ. നമുക്കറിയാം, ഒന്നാമത്തെ കുടുംബം സ്വർഗീയ കുടുംബം, ത്രിത്വം. രണ്ടാമത്തെ കുടുംബം ഏദനിലെ കുടുംബം. മൂന്നാമത്തെ കുടുംബം അബ്രഹാമിൻ്റെ കുടുംബം. നാലാമത്തെ കുടുംബം നസസിലെ തിരുകുടുംബം. 5 സഭയെന്ന കുടുംബം. 6 സ്വർഗീയ ജെറുസലേം എന്ന കുടുംബം. അപ്പം കുടുംബത്തിൽ ആരംഭിച്ച് കുടുംബത്തിലൂടെ തുടർന്നു പോകുന്ന മനോഹരമായ ചിന്തയാണ്. ഇവിടെ നമ്മൾ വായിക്കുന്നു, ഉൽപ്പത്തിയുടെ പുസ്തകം 2-ാം അധ്യായം 15-ാം വാക്യം മുതൽ. ദൈവമായ കർത്താവ് താൻ സൃഷ്ടിച്ചതെല്ലാം നല്ലതെന്ന് കണ്ടു, ഒന്ന് മാത്രം നന്നല്ല എന്ന് കണ്ടു. പുരുഷൻ ഏകനായിരിക്കും നന്നല്ല, ചേർന്ന ഇണയെ കൊടുക്കാൻ തീരുമാനിച്ചു. എല്ലാ ജീവജാലങ്ങളെയും അവൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു. അവൻ വിളിച്ചത് പേരായി തീർന്നു, എന്നാൽ ചേർന്ന ഇണയെ കണ്ടില്ല. ദൈവമായ കർത്താവ് പുരുഷനെ ഗാഢ നിദ്രയിലാഴ്ത്തി ഉറങ്ങിക്കിടന്ന അവൻ്റെ വാരിയലുകളിൽ ഒന്നെടുത്തതിന് ശേഷം മാംസം കൊണ്ട് മൂടി നരനിൽ നിന്നും എടുക്കപ്പെട്ടതുകൊണ്ട് നാരി എന്ന് വിളിച്ചു. അവൻ അവളെ നോക്കി പറഞ്ഞു, എൻ്റെ അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിൻ്റെ മാംസവും. പുരുഷനും സ്ത്രീയും നഗ്നരായിരുന്നു, ലജ്ജ തോന്നിയില്ല. അത് 32:18 മുതൽ 25 വരെ. ദൈവമായ കർത്താവ് താൻ സൃഷ്ടിച്ചതെല്ലാം നല്ലതെന്ന് കണ്ടു, ഒന്നു മാത്രം നന്നല്ലെന്ന് കണ്ടു. പുരുഷൻ ഏകനായിരിക്കും നന്നല്ല. ദൈവം തീരുമാനിച്ചു, ചേർന്ന ഇണയെ കൊടുക്കാം. അന്ന് വരെ സൃഷ്ടിച്ച ഓരോന്നിനെയും കൊണ്ടു നിർത്തി. പുറകിൽ ആദം, മുമ്പിൽ എരുമ, ശരിയല്ല. ഇടതുവശത്ത് ആദം, മറുവശത്ത് പിടിയാന, ശരിയല്ല. ഒരു വശത്ത് ആദം, മറുവശത്ത് ഗച്ചുപിശുവിനെ നോക്കി, ശരിയല്ല. തമ്പുരാന് പിടികിട്ടി, തേങ്ങാമുറിയും അടയ്ക്കാമുറിയും ശരിയല്ല. തങ്കച്ചനും തങ്കമ്മയും ശരിക്കും ചേരും. ഗാഢ നിദ്രയിലാഴ്ത്തി. ബൈബിളിൽ ചില വാക്കുകൾ ചുരുക്കം പ്രാവശ്യമുള്ളൂ. ചുരുക്കമുള്ളൊരു വാക്കാണ് ഗാഢനിദ്ര. ആർക്കാണ് കിട്ടിയത്? ആണുങ്ങളുടെ വർഗത്തിന് കിട്ടിയ കാലമേതാ? പെണ്ണുങ്ങൾ ഭൂമിയിൽ ഉണ്ടാകുന്നതിന് മുമ്പ് ആണുങ്ങൾ അനുഭവിച്ച മഹാഭാഗ്യം ഗാഢനിദ്ര. ദൈവം പറഞ്ഞു, പൊന്നുമോനെ ഉറങ്ങടാ, ഉറങ്ങുക. മനസ്സമാധാനത്തോടുള്ള നിന്റെ ഒടുക്കത്തെ ഉറക്കം. ഉറക്കത്തിൽ വരുന്നുണ്ട്, സുഖമായിട്ട് ഉറങ്ങുക. അപ്പോൾ അവളെ സൃഷ്ടിച്ചപ്പോൾ, അവളെ കണ്ടപ്പോൾ അവൻ ചിരിച്ചു. ലോകത്ത് ചില ഐറ്റങ്ങൾ ആരംഭിച്ചത് പെണ്ണുങ്ങൾ ഉണ്ടായതിനു ശേഷമാണ്. വർത്തമാനം, ചിരി, കരച്ചിൽ, നെഞ്ചത്തടി, ഏങ്ങലടി, നിലവിളി, പല പല ഐറ്റങ്ങൾ സ്ത്രീ ഉണ്ടായതിനു ശേഷമാണ്. സംസാരം ആരംഭിച്ചത് തന്നെ പെണ്ണുങ്ങളുണ്ടായതിനു ശേഷമാണ്. സായിപ്പന്മാർ പറയും, പർദീസായിലെ ആദ്യത്തെ സംസാര ഭാഷ ഇംഗ്ലീഷായിരുന്നു. ഞെട്ടി എഴുതിൻ്റെ പുരുഷൻ നോക്കുമ്പം ഒരു സുന്ദരി പെണ്ണ് മുമ്പിൽ നിൽക്കുന്നു. അവൻ ഇംഗ്ലീഷിൽ സ്വയം പരിചയപ്പെടുത്തി, മാഡം, ഐ ആം ആഡം. അങ്ങനെ വർത്തമാനം ആരംഭിച്ചെന്ന് മലയാള ഭാഷാപ്രേമികൾ പറയും. പർദീസയിലെ ആദ്യ ഭാഷ മലയാളം. ഞെട്ടി എഴുന്നേറ്റ് ആദ്യം നോക്കുമ്പോൾ ഹൗവ നടന്നു പോകുന്നു. പോകരുത്, ഇങ്ങോട്ട് വാ എന്നർത്ഥത്തിൽ ഹേ വാ. അങ്ങനെ ഹൗവ എന്ന വാക്കുണ്ടായി സംസാരം ആരംഭിച്ചു. മനഃശാസ്ത്രം പറയുന്നത് ആണുങ്ങൾ ഒരു ദിവസം 7000 വാക്ക് പറയുമ്പോൾ പെണ്ണുങ്ങൾ ഒരു ദിവസം 14,000 വാക്ക് പറയും. അത് വർത്തമാനം മാത്രമല്ല, ആക്ഷൻ, ഗോഷ്ഠി, ചേഷ്ട എല്ലാം കൂടി 7,000 അല്ലെ 14,000. ഭർത്താവ് ഇവിടെ നിന്നും ഹരിപ്പാട് ജംഗ്ഷനിൽ പോയിട്ട് നങ്ങയാകുളത്തേക്ക് തിരിച്ചു വരുമ്പോൾ 6,500 വാക്കും വഴി തീർന്നു പോയി. പിന്നെ 500 സ്റ്റോക്കുള്ളൂ. ഭാര്യ പെരയ്ക്കകത്ത് 14,000 ഇരിക്കുക. ഭർത്താവ് വരുന്ന പാടെ 100 കൂട്ടം കാര്യം വരും. മിണ്ടാതിരിക്കുന്നു പറയരുത്. മിണ്ടാതിരുന്നാൽ പിറ്റേ ദിവസം അവൾ 28,000 വാക്കുമായിട്ട് വരും. ആണുങ്ങൾ വർത്തമാനം പറഞ്ഞില്ലെങ്കിൽ പിണക്കമാണെന്ന് ഓർക്കല്ലേ, അവൻ അത്രേ പറയാൻ പറ്റുള്ളൂ. ഒരു ഭർത്താവ് ഭാര്യയോട് പറഞ്ഞു, ഇനി ഞങ്ങൾ സ്റ്റാൻഡേർഡ് ആണുങ്ങൾ ഡെയിലി 7,000 വാക്ക് പറയുമ്പോൾ നിങ്ങൾ പൊട്ടിപ്പെണ്ണുങ്ങൾ 14,000 വാക്കാണ് പറയുന്നത്. ഭാര്യ പറഞ്ഞു, ഞങ്ങളുടെ കുഴപ്പമല്ല, തന്നെപ്പോലുള്ള കിഴങ്ങന്മാരെ ഒരു കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തണമെങ്കിൽ ഞങ്ങൾ പാവം പെണ്ണുങ്ങൾ എല്ലാം 2 പ്രാവശ്യം ആവർത്തിക്കണം. അങ്ങനെ 7,000 14,000 ആയി. അവൻ ചോദിച്ചു, എന്നാടി ഇനി പറഞ്ഞ് കണ്ടോ? അതുപോലും 2 പ്രാവശ്യം എന്നാൽ പിടി കിട്ടുന്നുള്ളൂ. ഒരു ഭാര്യ പറഞ്ഞു, എൻ്റെ അച്ചു, എനിക്ക് എൻ്റെ കെട്ടിയവനെ കാണുമ്പം അടിവേറെ നോക്കി ഒരു തൊഴി കൊടുക്കാനേ തോന്നും. ഞാൻ ചതനാടി ആദ്യ രാത്രിയിൽ ചൂട് പഠിച്ച് രാത്രി 12-ന് പുതപ്പിന് കീഴെ മുട്ടി ഉരുമി കിടന്ന് കൊച്ചു വർത്താനം വരാൻ ഓർത്തപ്പോൾ പാതിരാത്രി 12-ന് ഇത് ഞാൻ ചാടി എന്നിട്ട് ചോദിക്കുക, ഡെൻമാർക്കിൻ്റെ തലസ്ഥാനം ഏതാടിയെന്ന്. ഇതെന്നാ അച്ഛാ, ഭൂമിശാസ്ത്രം പഠിക്കാനാണോ ഇയാളെ കെട്ടിയുള്ളത്? ഞാനാണ് അങ്ങനെ ചോദിച്ചത്. എൻ്റെ അച്ഛ, വിവാദം ഒരിക്കുക മനഃശാസ്ത്രം പറഞ്ഞായിരുന്നു. വിഷയങ്ങൾ തീരുമ്പോൾ മനപ്പുറം വിഷയങ്ങൾ ഉണ്ടാക്കി വർത്താനം പറയണം. ഒരു പൊതുജീവിതം ആരംഭിക്കുകയല്ലേ, പൊതുവിജ്ഞാനം രക്ഷിക്കാൻ വേണ്ടി വിഷയം എടുത്തിട്ടു ഇത്രയും വലിയ വിഷയമാകുന്നു ഒരിക്കലും ഓർത്തിരുന്നില്ല. അപ്പം വർത്തമാനം കുടുംബത്തിലുണ്ടോ? പ്രശ്നം തീർന്നു. ഞാൻ അച്ഛനാണ്, ഇപ്പം കുടുംബ കോടതിയിൽ സഹായിക്കുന്ന കോടതിയിലെ വക്കീലുമാണ്. ഒരുപാട് കേസുകളിൽ കുടുംബത്തിലെ പല പല പ്രശ്നങ്ങൾ വർത്തമാനം പറയാത്തതാണ് വലിയ പ്രശ്നം. ഒരു 15 മിനിറ്റ് ഭാര്യാഭർത്താക്കന്മാർ അടുത്തിരുന്ന് വർത്തമാനം പറഞ്ഞാൽ വീട്ടിലെ പല പ്രശ്നങ്ങളും തീരും. പക്ഷേ
അതിനാർക്കും സമയം കിട്ടുന്നില്ല. ഒരു സ്ഥലത്ത് ഞാനത് പറഞ്ഞപ്പോൾ ഒരു സ്ത്രീ പറഞ്ഞു, എൻ്റെ അച്ഛ 15 മിനിറ്റ് വേണ്ടി മനുഷ്യൻ ഒരു 5 മിനിറ്റ് എന്നോട് മിണ്ടിയാൽ മതി. ഇയാൾ സന്ധ്യയാകുമ്പം 3 അടിയുടെ കാര്യം പറയും, വേറെ ഒന്നും പറയത്തില്ല. 3 അടി. എന്താ 3 അടി? 1 പ്രാർത്ഥിക്കടി, 2 കഞ്ഞി വിളമ്പടി, 3 പാവിരിക്കടി. ഈ 3 അടിയോട് വേറെ ഒന്നുമില്ല. അപ്പോൾ ജീവിതത്തിൽ ഒരു സംസാരം വേണം, ഒരു ബന്ധം വേണം, ഒരു ഇൻട്രാക്ഷൻ വേണം. അപ്പോൾ അവിടെയാണ് ദൈവം കുട്ടിയിൽ നിന്ന് സംസാരിക്കാൻ കഴിയുന്നത്. പെണ്ണുങ്ങൾക്ക് ആണുങ്ങളെ നേടാൻ ദൈവം 2 രീതി കൊടുത്തു. 1 ചിരി, 2 കരച്ചിൽ. എത്ര മനപ്രയാസമുള്ള ഭർത്താവും പുറത്തു പോയി തിരിച്ചു വരുമ്പോൾ ഭാര്യ ചിരിച്ചോ അവൻ്റെ മനപ്രയാസം സൂര്യപ്രകാശത്തിൽ മഞ്ഞുകെട്ട് പോലെ ഉരുകിപ്പോവും. പക്ഷേ പല പെണ്ണുങ്ങളും ചിരിക്കത്തില്ല. നീണ്ട പടവലങ്ങ പോലെ മോഹം നീക്കി ഒറ്റപ്പെടുത്തും. അവൻ്റെ ഷുഗറെ കൊളസ്ട്രോൾ പ്രഷർ ഷൂട്ടപ്പ് ചെയ്ത് അങ്ങേയറ്റമാവും. ചിരിച്ചാൽ നേടാം. 2 കരഞ്ഞോണം. പെണ്ണുങ്ങൾ കരഞ്ഞോ ആണുങ്ങളുടെ കഥ കഴിഞ്ഞു. കാമുകി കരഞ്ഞാൽ കാമുകന് ഉരുകും. ഭാര്യ കരഞ്ഞാൽ ഭർത്താവ് ഒലയും. മോള് കരഞ്ഞാൽ അപ്പൻ ഒടയും. പെങ്ങൾ കരഞ്ഞാൽ ആങ്ങള് വീഴും. കാരണം ആണുങ്ങൾക്കൊരു കുഴപ്പമാണ്, മണ്ണിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ടതുകൊണ്ട് വെള്ളം വീണ പെട്ടെന്ന് അരുത്തു പോവും, കുഴഞ്ഞു പോവും. പക്ഷേ പെണ്ണുങ്ങളെ ആശ്രയിച്ചാൽ പോലും ഇളക്കാൻ പറ്റുമല്ല, എല്ലേന്നുണ്ടായതാണ്, നല്ല കട്ടി എന്നാണ് വെയ്പ്പ്. അപ്പോൾ ദൈവം സൃഷ്ടിച്ച ഒരു സ്നേഹബന്ധം, ദാമ്പത്യബന്ധം, കുടുംബം, അതിൻ്റെ വിശുദ്ധി ദൈവം ഇത് സ്ഥാപിച്ചതെങ്ങനെ? ഉടമ്പടിയായിട്ട്. ഉൽപ്പത്തി പുസ്തകത്തെ വിളിക്കുന്ന വാക്ക് ദ ബുക്ക് ഓഫ് കവനൻസ്. 3 ഉടമ്പടികൾ ഉൽപ്പത്തി പുസ്തകത്തിൽ. 1-ാം ഉടമ്പടി ഉൽപ്പത്തി 2:23, നീ എൻ്റെ അസ്ഥിയുടെ അസ്ഥി, മാംസത്തിൻ്റെ മാംസം, വിവാഹ ഉടമ്പടി. 2-ാം ഉടമ്പടി ഉൽപ്പത്തി 9 ദൈവവും നോഹയും തമ്മിൽ. 3-ാം ഉടമ്പടി ഉൽപ്പത്തി 12 ദൈവവും അബ്രഹാമും തമ്മിൽ. ഉടമ്പടി ഇംഗ്ലീഷിൽ 2 വാക്കാണ്. 1 കോൺട്രാക്റ്റ്, 2 കവനൻ. പ്രധാനമന്ത്രിക്ക് ട്രംപുമായി കോൺട്രാക്റ്റ്, മോശയ്ക്ക് ദൈവവുമായി കവനൻ. 2 വശത്തും മനുഷ്യനാണെങ്കിൽ കോൺട്രാക്റ്റ്, ഒരു വശത്ത് മനുഷ്യനും മറുവശത്ത് ദൈവമാണെങ്കിൽ കവനൻ. ക്രിസ്തീയ വിവാഹങ്ങൾ എന്നും ഒരു കവനൻ്റാണ്. വിവാഹം മരണത്തിനപ്പുറത്തേക്ക് നീളുന്ന നിത്യതയുടെ ഒരു മുദ്ര. അപ്പോൾ ഉടമ്പടി ദൈവം സ്ഥാപിച്ചു. അപ്പോൾ അതുകൊണ്ടാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ പ്രത്യേകതയിൽ ഡൈവോഴ്സ് അസാധ്യമാണ്. സെപ്പറേഷൻ വരാം, അകന്ന് നിൽക്കാം, പക്ഷെ ഡൈവോഴ്സ് ഇല്ലല്ലോ. കാരണം മത്തായി 19:6 ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്തരുത് എന്ന് പറഞ്ഞാൽ, ക്രിസ്തു മതത്തിൽ കല്യാണമെന്ന് പറഞ്ഞാൽ ചുറ്റിയ പാമ്പ് കടിച്ചേ പോകൂ, ഊരിപ്പോരാൻ ഒരു മാർഗവുമില്ല. ഇന്ന് കുടുംബക്കോടതി ഡൈവോഴ്സ് കേസുകൾ ഫയൽ ചെയ്യുന്ന കാലം. ഒരുതൻ കുടുംബക്കോടതി വന്ന് പറഞ്ഞു, ബഹുമാനപ്പെട്ട കോടതി, എനിക്ക് ഡൈവോഴ്സ് വേണം. കോടതി ചോദിച്ചു, എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്? അവൻ പറഞ്ഞു 15 വർഷം. എത്ര മക്കൾ? 3 മക്കൾ. 3 മക്കളും 5 വർഷമായപ്പോഴാണോ കല്യാണം കഴിഞ്ഞ് 1 വർഷം ചിന്തിക്കാൻ പറ്റും. അവൻ പറഞ്ഞു, ബഹുമാനപ്പെട്ട കോടതി, ആദ്യ രാത്രി കഴിഞ്ഞപ്പോൾ മുതൽ ഡൈവോഴ്സ് ആഗ്രഹിച്ച. അതെന്താ? മൂടച്ചട്ടി, പ്ലേറ്റ്, കപ്പ്, സ്പൂണ്, കോപ്പ, ഫോർക്കെടുത്ത് ഏറോട് ഏറ്. ജഡ്ജി പറഞ്ഞു, 15 വർഷം സഹിച്ചാൽ ഇപ്പോൾ എന്താ? അവൻ പറഞ്ഞു, ബഹുമാനപ്പെട്ട കോടതി, അടുത്ത ഇടയായി നമുക്ക് ഉന്നമായിട്ട് വരുന്നു. നേരത്തെ കൊള്ളുകയല്ലായിരുന്നു, ഉന്നമായിട്ട് വരുന്നു. ജഡ്ജിക്ക് മുറിക്കാൻ മതി. ജഡ്ജി പറഞ്ഞു, 3 മക്കളല്ലേ, കൃത്യം പപ്പാതി വീതം വെക്കാൻ ഡൈവോഴ്സ് മുറിക്കാൻ പറ്റുമോ? അവൻ ദുരിതന. അവൻ പറഞ്ഞു, ബഹുമാനപ്പെട്ട കോടതി, 1 വർഷം കൂടെ തന്നാൽ മതി, ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തോളാം. അവളെയും കൂട്ടിപ്പോയി. താമസിയാതെ ഗർഭിണിയായി. പ്രസവം കഴിഞ്ഞ് 21-ാം ദിവസം ഡൈവോഴ്സിൻ്റെ ഫൈനൽ ഡേറ്റ്. 4ാമത്തെ പ്രസവത്തിൽ 4ാമത്തെ കുഞ്ഞാകുമ്പം 2 എന്ന് പകുക്കാം. പ്രതീക്ഷയോടെ കാത്തിരുന്നു. പക്ഷെ അവൻ്റെ ഗതികേട്, അവൻ്റെ ഭാര്യ 4ാമത് പ്രസവിച്ച ഇരട്ടപ്പിള്ളേർ 5 പോർത്താനും നടക്കണമെന്നില്ല. ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്തരുത്. ദൈവം യോജിപ്പിച്ചു. അപ്പോൾ ഉടമ്പടിയായിട്ട് ദൈവം സ്ഥാപിച്ചു. അവിടെ പറയുന്ന വാക്കുണ്ട് ഉൽപ്പത്തി 2:25, പുരുഷനും സ്ത്രീയും നഗ്നരായിരുന്നു, പക്ഷേ ലജ്ജ തോന്നിയില്ല. അതിൻ്റെ അർത്ഥം എന്താ? ആദത്തിന് തുണിയില്ല, ഔവായ്ക്ക് തുണിയില്ല എന്നല്ല. ഉൽപ്പത്തി 2:25 നഗ്നരെന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യം. ഭർത്താവിനെ ഒളിക്കാൻ ഭാര്യയ്ക്ക് വാട്സപ്പില്ല, കാശിടപാടില്ല, അക്കൗണ്ടില്ല, ഓൾഡ് കോളേജ് ഫ്രണ്ട്ഷിപ്പില്ല, സൗഹൃദങ്ങളില്ല. ഭാര്യയെ ഒളിക്കാൻ ഭർത്താവിനും ഒന്നുമില്ല. നഗ്നത ഒന്നും ഒളിക്കാനും മറയ്ക്കാനുമില്ല. നേരെ വാ നേരെ പോ. നമ്മൾ കണ്ടിട്ടുണ്ട്, നഗ്നരാണെങ്കിലും ഒരു ലജ്ജയില്ലാതെ ഒളിക്കാനും മറയ്ക്കാനും ഇല്ലാതെ പോകുന്നവരെ. ചില കൊച്ചുപിള്ളേരെ കാണാൻ വേണ്ടി നൂൽ ബന്ധമില്ലേലും അവിടെ നടപ്പ് കണ്ടാൽ മതി. ഞാൻ വീട്ടിൽ ചെന്നു. ഒരു 3 വയസ്സുകാരൻ പൊന്നരങ്ങാണം മാത്രം വിട്ട് എൻ്റെ പിന്നാലെ പരേഡ് നടത്തുക. തള്ള പറഞ്ഞു, ചേർക്ക നാണമില്ലേ, അച്ഛനെ കണ്ടില്ലേ, അകത്ത് പോയി ഇട്ടുകൊണ്ട് വാടാ. അപ്പോൾ ഈ ആഘോഷമായിട്ട് കാലേ 2 ചെരുപ്പ് ഇട്ടുകൊണ്ട് വന്നു. ഇത് മതിയാവും, ഒളിക്കാനും മറയ്ക്കാനുമില്ല. ഈ കള്ളുകുടിയന്മാർക്കും ഈ സ്വാതന്ത്ര്യമാണ്. 2 വർഷം ക്രിസ്മസിന് ഞാൻ പിറവിത്താനത്തേക്ക് രാവിലെ 10:30 കുർബാനയെല്ലാം പോവുക. പാല KSRTC ബസ്റ്റാൻഡിന് മുമ്പിൽ 2 കുടിയന്മാർ പൂക്കുറ്റി പൂസായിട്ട് നിൽക്കുന്നു. ഒരു കുടിയൻ ജനിച്ച പാടെ കരിങ്കൽ പ്രതിമ പോലെ നൂൽ ബന്ധമില്ലാതെ ഗാന്ധി സ്റ്റാച്യു പോലെ വളഞ്ഞു നിൽക്കുന്നു. മറ്റേ കുടിയൻ ഒരു കീറത്തുണി ഉടുത്തില്ലാ പരുവത്തിൽ അരയിൽ പൊതിഞ്ഞു വെച്ചിരിക്കുന്നു. ഞാനതിലെ പോകുമ്പോൾ തുണിയുള്ള കുടിയൻ തുണിയില്ലാത്ത കുടിയനോട് പറയാം, എടാ നാണം കെട്ടോനെ. അപ്പോൾ ഒന്ന് പുരോഹിതനാ, ഓർമ്മ വേണം. നമ്മൾ സഭയുടെ മക്കളാണ്. അച്ഛന്മാരെ കണ്ട് നാമവും ബഹുമാനവും വേണം.
പൂസായി നിനക്കതിലും എനിക്കുണ്ടാടാന്ന് പറഞ്ഞ് ഇവൻ്റേത് മൊത്തം പറിച്ച് അവനെ കുടിപ്പിക്കുന്ന കുടിയൻ, ഒളിക്കാനും മറയ്ക്കാനുമില്ല. നഗ്നരായിരുന്നു, പക്ഷേ ലജ്ജ തോന്നിയിരുന്നില്ല. ദൈവം ഉടമ്പടിയായിട്ട് സ്ഥാപിക്കുമ്പോൾ നിങ്ങളുടെ വീട് 2 വിധത്തിൽ പണിയാം, നമ്മുടെ വീട് 2 വിധത്തിൽ പണിയാം. ഒന്ന് ബാബേൽ ഗോപുരം പോലെ, 2 സെഹിയോൻ മാളിക പോലെ, 2 വിധത്തിൽ പണിയാം. ഉൽപ്പത്തി 11 നമ്മൾ കണ്ടു തുടങ്ങും ബാബേൽ ഗോപുരം. ഒരു ഭാഷ, ഒരു ജനത, ഒരു സംസ്കാരം. പക്ഷെ ഭാഷ ചിലകിപ്പോയി. കമ്പി ചോദിക്കുമ്പം കല്ല്, കല്ല് ചോദിക്കുമ്പോൾ സിമെൻറ്റ്, സിമെൻറ്റ് ചോദിക്കുമ്പോൾ മണൽ, മണൽ ചോദിക്കുമ്പോൾ വെള്ളം. ഭാഷ ചിലകിപ്പോയി. നങ്ങിയാലക്കുളങ്ങരയിലും പരിസരത്തുള്ള നിങ്ങളുടെ വീട് ബാബേൽ ഗോപുരമാണോ? 60 വയസ്സുള്ള അമ്മായിമ്മ പറഞ്ഞത് 30 വയസ്സുള്ള മരുമകൾക്ക് പിടികിട്ടുന്നില്ല. മരുമകൾ പറഞ്ഞത് അമ്മായിമ്മയ്ക്ക് ദഹിക്കുന്നില്ല. അപ്പം പറഞ്ഞത് മകനും മകൻ്റെ ഭാര്യയ്ക്കും സൂഹിക്കുന്നില്ല. കാരണമായി പറഞ്ഞത് മക്കൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. മക്കളുടെ അഭിപ്രായം അക്സെപ്റ്റ് ചെയ്യാൻ അപ്പനന്മാർക്ക് പ്രയാസം. വീട് ബാബേൽ ഗോപുരം. ആഗ്രയിലെ വിശ്വവിസ്മയം വെണ്ണക്കൽ സൗധമായ താജ്മഹൽ. ആ താജ്മഹലിനെ നോക്കി വിശ്വകവി ടാഗോർ ഇങ്ങനെ എഴുതി: കാലത്തിൻ്റെ കവിളിലെ കണ്ണുനീർത്തുള്ളി, കാലത്തിൻ്റെ കവിളിലെ കണ്ണുനീർത്തുള്ളി. കാരണം താജ്മഹൽ സുന്ദരമാണെങ്കിലും അകത്തിന് ഉണങ്ങിയ ശവങ്ങൾ ഷാജഹാനും മുംതാസും. അത് നമ്മുടെ ചില വീടുകൾ താജ്മഹൽ പോലെ ഉഗ്രം വീടാണ്. പക്ഷേ ഭാര്യയോട് മിണ്ടാൻ ഭർത്താവിന് ഇഷ്ടമില്ല, ഭർത്താവിനോട് മിണ്ടാൻ ഭാര്യയ്ക്ക് ഇഷ്ടമില്ല, പ്രായമായ മാതാപിതാക്കളോട് സംസാരിക്കാൻ മക്കൾക്കും കൊച്ചുമക്കൾക്കും ഇഷ്ടമില്ല. അപ്പം വീട് ബാബേൽ ഗോപുരം. എങ്കിൽ അപ്പസ്തോല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ സെഹിയോൻ മാളിക. പല ഭാഷക്കാരും പല ദേശക്കാരും ഒരുമിച്ച് കൂടി, പക്ഷെ ഒരേ ഭാഷയിൽ മനസ്സിലായി, ഒരേ ഭാഷയിൽ മനസ്സിലായി. 80 വയസ്സുള്ള വലിയപ്പം പറഞ്ഞത് 10 വയസ്സുള്ള കൊച്ചുമോന് നിങ്ങളുടെ വീട്ടിൽ മനസ്സിലാക്കാൻ പറ്റണം. 30 വയസ്സുള്ള മരുമോൾ പറഞ്ഞത് 65-കാരി അമ്മായിമ്മയ്ക്ക് മനസ്സിലാക്കാൻ പറ്റണം. പരസ്പര ധാരണയുടെ സെഹിയോൻ മാളിക. ദൈവം എന്ന കുടുംബം സ്വർഗവാക്കാനും നരകവാക്കാനും പറ്റും. നമുക്കറിയാം, കുടിക്കുന്ന ഭർത്താവാണോ വീട് നരകവാ. കുടി. ഒരു കള്ളുകുടിയൻ 50-ാം വയസ്സിൽ മരിച്ചു. നരകത്തിൽ ഒരു മുറി കിട്ടി. കുറച്ച് കഴിഞ്ഞപ്പോൾ, ദിവസം കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് ആഗ്രഹം ഭൂമിയിലെ ഭാര്യയുടെ ശബ്ദം കേൾക്കണം. കേബിൾ ഫോണിലൂടെ ഭാര്യയോട് സംസാരിച്ച് 45 മിനിറ്റായി. അപ്പം നരകത്തിൻ്റെ അധിപനോട് പറഞ്ഞു, ടൈം കൂടിപ്പോയി, ഇന്ന് തുകയാ തരേണ്ടത്. അപ്പം നരകാധിപൻ പറഞ്ഞു, തുകയൊന്നുമില്ല, പൈസ ഒന്നും വേണ്ട. അതെന്താ? നരകത്തിൽ നിന്ന് നരകത്തിലോട്ട് ലോക്കൽ കോളാണ്, പൈസയുടെ ആവശ്യമില്ല. ഇവിടെ എങ്ങനെയാണോ അങ്ങേ ലോകവും അങ്ങനെയാണ്. നരകമാക്കാൻ പറ്റും. ഒരു മത്തായി ചേട്ടനും മറിയാമ്മ ചേട്ടത്തിയും. മത്തായി ചേട്ടൻ ക്ഷിപ്ര കോപി, നല്ല മനുഷ്യനാ, ചൂടായാൽ പരമ ചറ്റയാ. ഭാര്യയെ ഇടിക്കും, മക്കളെ ഇടിക്കും, പാത്രം ഉടയ്ക്കും. 70-ാം വയസ്സിൽ മത്തായി ചേട്ടൻ മരിച്ചു. സ്വർഗത്തിൽ കയറാൻ പുണ്യമില്ല, നരകത്തിൽ വിടാൻ പാവമില്ല. നടുക്കൊരു സ്ഥലം കൊടുത്തു, അവിടെ ഇരിക്കാൻ പറഞ്ഞു. 20 വർഷമായി മത്തായി ഇരിക്കുക. കുറേ കഴിയുമ്പോൾ സ്വർഗത്തിൽ കയറ്റാവുന്നു. 20 വർഷം കഴിഞ്ഞ് മറിയാമ്മ ചേട്ടത്തി മരിച്ചു. ചെന്നപ്പോൾ സ്വർഗത്തിൻ്റെ കാവൽക്കാരൻ പറഞ്ഞു, മറിയാമ്മേ, ഭൂമിയിൽ ഒരുപാട് സഹിച്ച നിനക്ക് ഇന്ന് തന്നെ സ്വർഗത്തിലേക്ക് പ്രവേശനം. കെട്ടിയോൻ ഇനിയും കയറിയിട്ടില്ല. പക്ഷെ സ്വർഗത്തിൽ കയറണോ? മറിയാമ്മ ഒരു പരീക്ഷ പാസ്സാകണം. അപ്പോൾ ചോദിച്ചു, എന്താ പരീക്ഷ? ഒരു വാക്കിൻ്റെ സ്പെല്ലിങ് ചോദിക്കും. തെറ്റാ കയറ്റിയല്ല, സംശയിച്ച കയറ്റിയല്ല, ആവർത്തിച്ച കയറ്റിയല്ല. ചോദിക്കാൻ പറഞ്ഞു. ഒരു ചാൻസേ ഉള്ളൂ, ചോദിക്കുക. ശരി, ലവിൻ്റെ സ്പെല്ലിങ് പറയാമോ? മറിയാമ്മ ഈസിയല്ലേ, LOVE, ലവ്. സ്വർഗത്തിൽ കയറിക്കും. ഇനി മറിയാമ്മ 2 മണിക്കൂർ സ്വർഗത്തിൻ്റെ കാവൽക്കാരി. കയറാൻ ആര് വന്നാലും ചില വാക്കിൻ്റെ സ്പെല്ലിങ് ചോദിക്കണം. തെറ്റാ കയറ്റില്ല, സംശയിച്ചാൽ കയറ്റില്ല, അറിയത്തില്ല കയറ്റില്ല, ആവർത്തിച്ചാൽ കയറ്റില്ല. ചോദിക്കേണ്ട 5 വാക്കുകൾ: ജീസസ്, പ്രൈസ്, ആമേൻ, ഗ്ലോറി, ഹല്ലേലൂയ. മറിയാമ്മയുടെ കയ്യിൽ നിന്നും 2 എക്സ്ട്രാ പീസ് എനിക്ക് ചോദിച്ചോളാൻ പറഞ്ഞു. മറിയാമ്മ നിന്നു. കൂട്ടുകാരി മേരിക്കുട്ടി വന്നു. എന്നതാടി ജീസസിൻ്റെ സ്പെല്ലിങ് പറഞ്ഞ് കയറ്റി വിട്ടു. മിനിമോള് വന്നു, ആമേൻ്റെ സ്പെല്ലിങ്. ലൂസി വന്നു, ഫെയ്ത്തിൻ്റെ സ്പെല്ലിങ്. അന്ന് കെട്ടിയവൻ്റെ കൂടം. കെട്ടിയവൻ മത്താച്ചായിട്ടും കുഞ്ഞ് സ്വർഗത്തിൽ കയറാൻ വരിക. ഭാര്യയോട്ട് ഭൂമിയിൽ എനിക്കൊരു പണി തന്നവന് എന്നൊരു പണി കൊടുത്തിട്ടേ ഉള്ളൂ. കെട്ടിയൻ ചോദിച്ചു, ഓ ഹണി, നീയാണോ ഗേറ്റ് കീപ്പർ? അതെ സ്വീറ്റ് ഹാർട്ട്, ഞാൻ തന്നെയാണ്. ഫ്രീ ആയിട്ട് സ്വർഗത്തിൽ കയറാവും. പറ്റിയല്ല, പരീക്ഷ പാസ്സാകണം. എന്താ പരീക്ഷ? സ്പെല്ലിങ് ചോദിക്കും. തെറ്റിയാൽ കയറ്റിയല്ല, സംശയിച്ചാൽ കയറ്റിയല്ല, ആവർത്തിച്ചാൽ കയറ്റിയല്ല. ചോദിക്കടി, ചാൻസ് ഒന്നേ ഉള്ളൂ, ചോദിക്കടി. പിന്നെ പിണക്കൊന്നും എന്നോട് തോന്നിയത് സമയങ്ങളെ ചോദിക്കടിയെന്ന്. ശരി, ചെക്കോസ്ലോവാക്യയുടെ സ്പെല്ലിങ് പറയാമോ? അവിടെ മത്തായിച്ചേരൻ എന്നേക്കുമായി ഔട്ടായെന്നാണ്. ഇപ്പോൾ ദൈവം തന്ന വീട് ഭൂമിയിൽ സ്വർഗമാണോ മരണാന്തരം സ്വർഗം, ഭൂമിയിൽ നരകമാണോ മരണാന്തരം നരകം. അവിടെയാണ് വീട് കാനാൻ ദേശമാകണം, വീട് കാനാൻ ദേശമാകണം. ഇങ്ങനെയുള്ള ഒത്തുവരവുകൾ നമ്മുടെ തന്നെ ഭദ്രാസന കൺവെൻഷൻ, മരാമൺ കൺവെൻഷൻ, ഇതിലൊക്കെ ലക്ഷ്യം വെക്കുന്നത് വീട് ഒരു സ്വർഗമാക്കുക, വീട് ഒരു കാനാൻ ദേശമാക്കുക. കാനാൻ ദേശം 2 അനുഭവങ്ങൾ: ഒന്ന് പാല്, 2 തേന്. പാലും തേനും ഒഴുകും കാനാൻ ദേശത്ത്. പാല് നിലനിൽപ്പിന് ആവശ്യമായത്, തേന് വൈകാരിക തലത്തിലാണ്. പാലനുഭവത്തിന് ദൈവകൃപയാൽ നിങ്ങൾക്കാർക്കും വലിയ കുറവില്ല. ഉടുക്കാൻ തുണി, കഴിക്കാൻ ഭക്ഷണം, ആരോഗ്യത്തിന് മരുന്ന്, താമസിക്കാൻ വീട്, ഇതെല്ലാമാണ് പാലനുഭവം.
പക്ഷെ തേനനുഭവം ഉണ്ടെന്നുള്ളതാണ്. എന്താ തേനനുഭവം? ഭർത്താവിന് മനപ്രയാസം വരുമ്പോൾ കുത്തുവാക്ക് പറയാതെ ആശ്വസിപ്പിക്കുന്ന ഭാര്യ, ഭാര്യയ്ക്ക് നൊമ്പരം വരുമ്പോൾ കുത്തുവാക്ക് പറയാതെ ആശ്വസിപ്പിക്കുന്ന ഭർത്താവ്, മകൻ്റെ ഭാര്യയുടെ പെരുമാറ്റം അമ്മയ്ക്ക് വല്ലാതെ നൊന്തിരിക്കുന്ന അമ്മയോട് കെട്ടിയോൻ പറയണം, എടി കെട്ടി വന്ന നാൾ മുതൽ നീ ഒരുപാട് ഇളകി നടന്നതാ, അനുഭവിക്കടി എന്ന് പറഞ്ഞാൽ ആ കെട്ടിയവൻ ചെറുത്താനാ. അവൻ നല്ലവനാണെങ്കിൽ പറയും, മോളെ മക്കളെ കണ്ടും മാമ്പൂ കണ്ടും കൊതിക്കരുതെന്ന് കാരണന്മാർ പറഞ്ഞിട്ടില്ലേ? മക്കൾ പക്ഷിക്കുഞ്ഞുങ്ങൾ, നമ്മൾ വൃക്ഷം. പക്ഷി പറക്കും, വൃക്ഷം നിൽക്കും, നിനക്ക് ഞാൻ തുണ, എനിക്ക് നീ തുണ, നമുക്ക് ദൈവം തുണ. ഭർത്താവ് നൊമ്പരപ്പെട്ടിരിക്കും, ഭാര്യ പറയുന്നു, ഡേ നമ്മൾ തുറമുഖം, മക്കൾ കപ്പൽ പോകും, തുറമുഖം നിൽക്കും, നിങ്ങൾക്ക് ഞാൻ, എനിക്ക് നിങ്ങൾ, നമുക്ക് ദൈവം. ഇതാണ് കാനാൻ ദേശം എന്ന് പറയുക. വീട് കാനാൻ ദേശമാകണോ? ഒരു കാരണവശാലും ജീവിത പങ്കാളിയുടെ കുറ്റം സ്വന്തക്കാരോടോ കൂട്ടുകാരോടോ പങ്കുവെക്കരുത്. ഭർത്താവിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ സ്വയം വിഴുങ്ങി തീർക്കുക. ഭാര്യയ്ക്ക് കുഴപ്പമുണ്ടോ വിഴുങ്ങി തീർക്കുക. ഭാര്യയുടെ കുറ്റം പെങ്ങന്മാരോടും സഹോദരന്മാരോടും വീട്ടുകാരോടും പറയല്ലേ. ഭർത്താവിൻ്റെ കുറ്റം ആങ്ങളമാരോടും കുടുംബാംഗങ്ങളോടും പറയല്ലേ. പള്ളിയിൽ കഴിഞ്ഞ് 4 ആൻറ്റിമാർ ഞായർ രാവിലെ പള്ളി കഴിഞ്ഞ് വർത്താനം പറയുക. ഒരാൻറ്റി പറഞ്ഞു, എൻ്റെ കെട്ടിയവൻ എന്നാ ഒരു വൃത്തികെട്ട സാധനമാണ്, എപ്പോഴും ഫോണും ചൊറിഞ്ഞ് ടി വിയും കണ്ടിരിക്കും, മിണ്ടാൻ സമയമില്ല, ഇത് കൂടി കിഴങ്ങനെ എനിക്ക് കിട്ടിയല്ലോ. രണ്ടാമത്തെ സ്ത്രീവൻ, എൻ്റെ കെട്ടിയവൻ കള്ളുകുടി, മയക്കുമരുന്ന്, പുകവലി, വൃത്തികെട്ട നാറ്റം, ഇത് കൂടി ചെകുത്താനേ കിട്ടിയല്ലോ. മൂന്നാമത്തെ സ്ത്രീ പറഞ്ഞു, എൻ്റെ കെട്ടിയവൻ ഏത് പെണ്ണുപാലും വായും പൊളിച്ച് പുറകെ നോക്കിക്കൊണ്ടിരിക്കും, ഇത് കൂടെ ഒരെണ്ണത്തെ കിട്ടിയല്ലോ. നാലാമത്തെ സ്ത്രീ പറഞ്ഞേ, നമ്മൾ കെട്ടിയന്മാരെക്കുറിച്ച് മോശം പറയല്ലേ, നമ്മളങ്ങനെ പറഞ്ഞാൽ ശരിയാവോ? അങ്ങനെ പറയാനാണെങ്കിൽ എൻ്റെ കിഴങ്ങനെക്കുറിച്ച് എന്തെല്ലാം പറയാനുണ്ട്, ഞാനായിട്ട് എന്തെങ്കിലും പറയുന്നുണ്ടോ? വീട് കാനാൻ ദേശമായിരിക്കണം. ഒരിക്കലും ഭർത്താവിനെ താഴ്ത്തരുത്, ഭാര്യയെ താഴ്ത്തരുത്. ഒരിക്കലും മക്കളുടെ കേൾക്കൽ ഭാര്യയുടെ കുറ്റം പറയല്ലേ. ഒരിക്കലും കുഞ്ഞുങ്ങളുടെ കേൾക്കൽ ഭർത്താവിൻ്റെ കുറ്റം പറയല്ലേ. അങ്ങനെ പറഞ്ഞാൽ വീട് അത് തകർന്നു പോകും, നരകമാവും. അപ്പോൾ കുടുംബം, ഈ കുടുംബം സ്വർഗമാകണമെങ്കിൽ, കാനാൻ ദേശമാകണമെങ്കിൽ പ്രത്യേകിച്ച് ഓർക്കണം, പഴയ നിയമത്തിലെ 10 പ്രമാണങ്ങളിലേക്ക് നമ്മൾ തിരിയണം. പഴയ നിയമത്തിലെ 10 പ്രമാണങ്ങൾ. 1, ദൈവമായ കർത്താവ് ഞാനാണ്, ഞാനല്ലാതെ മറ്റു ദൈവം ഉണ്ടാകരുത്. കുടുംബത്തിൽ ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുക്കണം. ഞായറാഴ്ച ആചരണം, അമ്മയായ സഭ ആഘോഷിക്കാൻ ആവശ്യപ്പെടുന്ന ദിവസങ്ങൾ അതിന് വീഴ്ച വരുത്താതെ ആഘോഷിക്കണം. പലപ്പോഴും പല കുടുംബങ്ങളിലും പ്രശ്നം, പ്രാർത്ഥനാ സമയം സീരിയൽ മോഷ്ടിക്കുന്ന ഒരു അപകടമുണ്ടെന്ന്. സീരിയൽ മോഷ്ടിക്കും. കുറച്ച് നാളുകൾക്ക് മുമ്പ് എൻ്റെ അമ്മയുടെ ആങ്ങളെ രാത്രി ഞാൻ ഫോൺ വിളിച്ചപ്പോൾ അങ്കിൾ പറഞ്ഞു, മോനെ കുറച്ച് കഴിഞ്ഞ് വിളിക്കാവോ, ഞാനും മോൻ്റെ അമ്മായിയും കൂടി പരസ്പരം കണ്ടുകൊണ്ടിരിക്കുക. ഞാൻ തമ്മിൽ കാണുക. പിന്നെ ഞാൻ പിടികിട്ടത് ആ കാലഘട്ടത്തിൽ ഒരു സീരിയലിൻ്റെ പേരായിരുന്നു പരസ്പരം. ഈ പ്രാർത്ഥനാ സമയം സീരിയൽ മോഷ്ടിക്കാം. ഈയിടെ ഞങ്ങളുടെ നാട്ടിൽ 75 വയസ്സ് പ്രായമുള്ള ഒരമ്മച്ചി അയൽവക്കത്തെ മക്കൾക്കെല്ലാം ജിലേബി, ലഡു, മുട്ടായി, മധുരപലഹാരം വിതരണം ചെയ്തു. ആൾക്കാർ ചോദിച്ചു, ആൻറ്റിയുടെ ബർത്ത്ഡേ ആണോ? അല്ല. വിവാഹ വാർഷികമാണോ? അല്ല. കുഞ്ഞുങ്ങളുടെ ജന്മദിനമാണോ? അല്ല. പിന്നെ ജിലേബി, ലഡു. ആൻറ്റിയുടെ മറുപടി, 6 മാസമായി സീരിയലിൽ ഗർഭിണിയായിരുന്ന ശ്രീലക്ഷ്മി ഇന്നലെ പ്രസവിച്ചു. അതിൻ്റെ സന്തോഷത്തിനാണ് ആൻറ്റിയുടെ ലഡു നാട്ടുകാർ കൊടുക്കുക. ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുക്കണം. ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുക്കുമ്പോൾ ദമ്പതികൾ 3 വാക്കുകൾ പിശുക്കില്ലാതെ പറയണം. 3 വാക്ക്. 1 പ്ലീസ്, 2 സോറി, 3 താങ്ക് യു. 3 വാക്ക് പറയാൻ മടിക്കരുത്. 1 പ്ലീസ്. പണ്ട് കാടൻ അപ്പനമ്മമാർ പഠിത്തമില്ലാത്തവർക്ക് പ്രാകൃത ഭാഷ, ചായ അനത്തടി, കറി വിളമ്പടി, ചോറെടുക്കടി, കൽപ്പിക്കാം. ഇന്നത് നിന്നു, കൽപ്പനയില്ല. ചോറുണ്ടാലോ, ചായ കുടിച്ചാലോ, നമുക്കെന്നാൽ ഭക്ഷണം കഴിച്ചാലോ. സൗഹൃദത്തിൻ്റെ ഭാഷയിൽ ഭാര്യയോട് സംസാരിക്കണം. ഭാര്യയാണ് ഏറ്റവും ബലപ്പെട്ടവൾ. ഭാര്യ ഭർത്താവിനോടും സൗമ്യതയുടെ ഭാഷയിൽ. പഞ്ചസാര തീർന്നുപോയി, 2 ദിവസം പറഞ്ഞും കിട്ടിയിട്ടില്ല. പിന്നെ പറയേ, ഇന്നും കൂടെ പഞ്ചാര മേടിച്ചിരിക്കും, സത്യമായിട്ടും നാളെ താൻ കട്ടൻ കാപ്പി പഞ്ചായത്ത് കയറ്റേണ്ടി വരും കേട്ടോ. ഈ പദങ്ങളരുത്. സൗഹൃദത്തിൻ്റെ സൗമ്യതയുടെ ഭാഷ. 1 പ്ലീസ്, 2 സോറി. ഒരു ചെറിയ തെറ്റ് പറ്റിയാലും ഭാര്യയോട് ക്ഷമിക്കണമെന്ന് പറയാൻ ഭർത്താവ് പഠിക്കണം. ഭർത്താവിനോട് ക്ഷമിക്കണമെന്ന് പറയാൻ ഭാര്യ പഠിക്കണം. മനുഷ്യരായി നമുക്ക് തെറ്റ് പറ്റാം. ഒരു സോറി പറയാൻ ഒരിക്കലും മടിക്കരുത്. ഒരു പിണക്കം ഉള്ളിൽ വെച്ചുകൊണ്ട് രാത്രി ഉറങ്ങാൻ പോയാൽ പിറ്റേ ദിവസം അത് ആഴങ്ങളിൽ വേരുപാവും, അറിയാത്ത ദൂരങ്ങളിലേക്ക് മനസ്സ് അകന്നു പോകും. അതുകൊണ്ടാണ് കുടുംബജീവിതക്കാരുടെ 3 പ്രമാണങ്ങളുണ്ട്. 1 കോപം വരുമ്പോൾ വർത്തമാനം പറയല്ല. കോപം വരുമ്പോൾ ഭാര്യയോട് മിണ്ടരുത്, ഭർത്താവിനോട് മിണ്ടരുത്. കോപം വരുമ്പോൾ പറയുന്ന പലതും നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നതല്ല, വികാരത്തിൻ്റെ ഓളങ്ങളാണ്. അതുകൊണ്ടാണ് കോപത്തോടെ ഭർത്താവ് എന്ന് പറഞ്ഞാലും സാരമില്ല പോട്ടെന്ന് ഭാര്യ വെക്കണം. ഭാര്യ എന്ന് പറഞ്ഞാൽ സാരമില്ല പോട്ടെ ഭർത്താവും പറയാൻ പഠിക്കണം. ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ അരിശം വരിക, അതും ഇതൊക്കെ പറയാൻ തോന്നും.
തോന്നുമ്പം മിടിക്ക് ഭാര്യ നേരെ അടുക്കളയിൽ പോകണം, ഗ്യാസ് സ്റ്റൗ ഓൺ ചെയ്യണം, എന്നിട്ട് ചീനിച്ചട്ടി വെക്കണം, എണ്ണ തിളപ്പിക്കണം, അതിനകത്ത് ഉള്ളി അരിഞ്ഞിടണം, കരിവേപ്പില മുറിച്ചിടണം, കടുകിട്ടണം, തവി കൊണ്ട് ഇങ്ങനെ ഒലത്തി കുറേ സമയം ഒലത്തിക്കൊണ്ട് നിൽക്കണം. അല്ല ഒലത്തിയ ഭർത്താവിനോട് പറയും, പറയാതിരിക്കണം, കറി ഒലത്തി നിൽക്കുക, കൺട്രോൾ കിട്ടിയിട്ട് ഭർത്താവിനോടും ഉണ്ടാവും. ഭർത്താവിന് അരിശമും അതും പറയാൻ തോന്നി, മെടുക്കം കെട്ടിയവൻ മൊബൈൽ ഫോണും കൊണ്ട് മുറിയിൽ കയറണം, ഒരു മാസം വന്ന വാട്സപ്പിൽ ഒന്നുകൂടെ കിള്ളിക്കിള്ളി നോക്കണം, മനസ്സ് ശാന്തമാകുമ്പോഴേ ഭാര്യയോട് വർത്താനം പറയാവും. കോപം വരുമ്പോൾ വർത്താനം പറയൽ. 2, നിരാശ വരുമ്പോൾ തീരുമാനമെടുക്കരുത്. നമ്മൾ മനുഷ്യരാണ്, ചില സമയത്ത് മനസ്സിന് നിരാശ വരുമ്പം തീർത്തേക്കാം, അവസാനിച്ചേക്കാം, തൂങ്ങിച്ചത്തേക്കാം, വിഷം കഴിച്ചേക്കാം, ഒളിച്ചു പോയേക്കാം. ഒരു പാഴ്വാക്ക് പറയല്ലേ. നിരാശ വരുമ്പോൾ ഒരാഴ്ച ഒരുമിച്ച് പ്രാർത്ഥിച്ച് ക്ഷമിച്ചിരിക്കുക. ഓർക്കാത്ത ഉത്തരവും പരിഹാര വഴിയും കർത്താവ് കാണിച്ചത്. 1, കോപം വരുമ്പോൾ വർത്താനം പറയല്ലേ. 2, നിരാശ വരുമ്പോൾ തീരുമാനമെടുക്കരുത്. 3, ആഹ്ലാദം വരുമ്പോൾ വാഗ്ദാനം കൊടുക്കരുത്. ഭാര്യ നല്ല ഒരു കരിമീൻ വറുത്ത് തന്നു, നല്ല രുചി കിട്ടിയപ്പോൾ എൻ്റെ ഏടി എന്നാ നല്ല ടേസ്റ്റാണ്, സത്യമായിട്ടും എൻ്റെ അടുത്ത ബർത്ത്ഡേക്ക് ചേട്ടൻ 5 പവന് ഡിസ്കോ സ്വർണ്ണമാല പണിത് തരും. കൊടുക്കാൻ പറ്റുമെങ്കിലേ പറയാവൂ, പറഞ്ഞിട്ട് കൊടുത്തില്ലെങ്കിൽ ബർത്ത്ഡേക്ക് ഡിസ്കോ മാലയ്ക്ക് പകരം ഡിസ്കോ ഡാൻസ് ഉണ്ടാവും. ആവശ്യമില്ലാത്ത വാഗ്ദാനം പറയൽ. ഇപ്പോൾ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. 1, കോപം വരുമ്പോൾ വർത്താനം പറയൽ. 2, നിരാശ വരുമ്പോൾ തീരുമാനമെടുക്കരുത്. 3, ആഹ്ലാദം വരുമ്പോൾ വാഗ്ദാനം കൊടുക്കരുത്. കുടുംബജീവിതമല്ലേ, ചിലപ്പോൾ ചില വാക്കുകളൊക്കെ വെറുതെ അങ്ങ് പറഞ്ഞെന്നിരിക്കും. ഭർത്താവിനോട് ഭാര്യ അരിശം വന്നപ്പം താൻ പോകുന്ന വഴിക്ക് വണ്ടി ഇടിച്ച് കാലൊടിയത്തേ ഉള്ളൂ, പിന്നെ ശാന്തമരണം പൊന്നു മനുഷ്യ മൂടോട്ടായപ്പം പറഞ്ഞതാകട്ടോ, ഒന്ന് മനസ്സിൽ വെച്ചേക്കല്ലേ, പറഞ്ഞു തീർക്കണം. ഭാര്യ ഭർത്താവിനോട് ചോദിച്ചു, താൻ എന്നെ ഒത്തിരി സ്നേഹിക്കുന്നു, എത്രമാത്രം നിൻ്റെ മരണം വരെ ഞാൻ നിന്നെ സ്നേഹിച്ചുകൊണ്ടിരിക്കും. അവൾ ചോദിച്ചു, ഞാൻ മരിച്ചാലോ? എൻ്റെ ഏടി എനിക്ക് ഭ്രാന്ത് പിടിക്കും. ഭ്രാന്തൊക്കെ പിടിക്കട്ടെ, വേറെ വല്ല പെണ്ണുങ്ങളെയും കെട്ടുമോ? എൻ്റെ പൊന്നുമോളെ, ഭ്രാന്ത് പിടിച്ചാൽ പിന്നെ എന്നൊക്കെ കാണിക്കുമെന്ന് ആർക്കാ പറയാൻ പറ്റുക? ഇപ്പം നമുക്കുണ്ടാകാം സംസാരങ്ങൾ, രീതികൾ. ഇപ്പം നൊമ്പരം വന്നോ, ഒരു സോറി, ക്ഷമ പറയാൻ പഠിക്കണം കുടുംബത്തിൽ. പ്രത്യേകിച്ച് അത് ഇപ്പോൾ 1 പ്ലീസ്, 2 സോറി, 3 താങ്ക് യു. നമ്മുടെ പ്രത്യേകത, കല്യാണം കഴിഞ്ഞു മക്കളും കുടുംബമായോ, ഭർത്താവ് എന്നെ ചെയ്താലും ഒരു താങ്ക് യു പറയല്ല, ഭാര്യ എന്നെ ചെയ്താലും ഒരു താങ്ക് യു പറയല്ല. പക്ഷെ നമ്മൾ വിദേശത്തിലാണ്, ഭർത്താവിന് നല്ല ചുരിദാർ മേടിച്ചോ, ഭാര്യ പറയും താങ്ക് യു മാൻ, നല്ല മാച്ചിങ് ആകട്ടോ. ഭാര്യ മുട്ട ഓംലെറ്റ് കൊടുത്തു, താങ്ക് യു ഹണി, നല്ല ടേസ്റ്റ് ആകട്ടോ. എന്നും കണ്ട് ഇന്ന് രാത്രി 9:30 വീട്ടിൽ ചെല്ലുമ്പം അല്ലെ 10 ചെല്ലുമ്പം ഭാര്യ കഞ്ഞിയും അച്ചാറും ചെറുപയർ തോരനും വിളമ്പുമ്പോൾ താങ്ക് യു ഹണി, ഭാര്യ വട്ടി പിടിച്ചോ മനുഷ്യാന്ന് ചോദിക്കും. പെട്ടെന്ന് പറയല്ല, ജീവിതം കൊണ്ട് കാണിക്കണം ഒരു താങ്ക് യു, ഒരു നന്ദി. ഞാൻ പറഞ്ഞാനോ അസീസി 100 ഭാര്യമാരെയും 100 ഭർത്താക്കന്മാരെയും ധ്യാനിപ്പിക്കുക. 100 ദമ്പതികൾ 5 ദിവസത്തെ ധ്യാനം കുടുംബ വിശദീകരണ ധ്യാനമാണ്. 65 വയസ്സുള്ള ഭർത്താവും ഭാര്യയും കൂടി കൗൺസിലിങ്ങിന് വന്നു. 2 പേരുടെ മുഖം വല്ലാതെ വീർത്തിരിക്കുന്നു. കൗൺസിലിംഗ് കഴിഞ്ഞപ്പോൾ പിടിയിട്ട് ഈ ഭർത്താവ് ഒരിക്കലും ഒരു നല്ല വാക്ക് ഭാര്യയോട് പറയൽ. അവക്കാണെങ്കിൽ നല്ലത് കേൾക്കാൻ വലിയ ആഗ്രഹമുള്ളവർ. ഞാൻ പറഞ്ഞേ, ഭാര്യ നല്ല ചക്കുകുരുമാങ്ങ കറി വെക്കുമ്പോൾ കൊള്ളാവല്ല മോളെ, നന്നായിരിക്കുന്നു, ഒരു നല്ല വാക്ക് പറയണം. കറി ഒലത്തുമ്പോൾ, തുണി അലക്കുമ്പോൾ, മുറിക്കാൻ വൃത്തിയാക്കുമ്പോൾ ഒരു നല്ല വാക്ക് പറഞ്ഞുകൂടെ? കെട്ടിയവൻ പറഞ്ഞു, ഞാൻ മാത്രമല്ലല്ലോ അവളും പിള്ളേരും തിന്നുന്നില്ലേ, ഞാൻ തന്നെ പറയണു. ഞാൻ പറഞ്ഞു, ചെമ്മീനും മുരിങ്ങക്കായും കറി വെച്ചാൽ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൻ്റെ അവാർഡ് കിട്ടുകയില്ല. കെട്ടിയവൻ്റെ നല്ല വാക്കുള്ളൂ, പിശുക്കില്ലാതെ അവൻ പറയണം. സമ്മതിച്ചു പോയി. തിങ്കൾ രാത്രി 8 മണിക്ക് പതിവ് പോലെ അത്താഴം കാത്തിരിക്കുക. എന്നും രാത്രി ഐറ്റം ചൂട് കഞ്ഞി, പപ്പടം കാച്ചത്, കണ്ണിമാങ്ങ, കുരുമുളകിട്ട വൻപയർ തോരൻ, ഇതൊക്കെയാണ്. ഇതും കാത്തിരിക്കുക. രാത്രി 8:05 ഭാര്യ ഒരു പാത്രം നിറയെ കുഴച്ച് വെച്ച ചക്കപ്പുഴുക്കും മറ്റൊരു പാത്രം നിറയെ വറുത്തരച്ച കോഴിക്കറിയായിട്ട് വന്നു. കഞ്ഞിയും ചമ്മന്തിയും കാക്കുമ്പോഴാണ് ചക്കപ്പുഴുക്കും കോഴിക്കറിയും. സന്തോഷമായി. പുഴുക്ക് മൊത്തം നിന്നു. കഷ്ണം എടുത്തു കൂടി അരപ്പ് പഠിച്ചു നോക്കി ഒരു ഏമ്പക്കവും വിട്ടു. അപ്പോഴാ ഓർത്ത് അച്ഛൻ പറഞ്ഞ കാര്യം നല്ലത് പറയണ്ടേ. അവൻ പറഞ്ഞു, എൻ്റെ ലിസിമോളെ, കഴിഞ്ഞ 31 വർഷത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും നല്ല ഭക്ഷണം ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമോ ലേഡി? അവൾ ഒറ്റ കരച്ചിൽ. എന്തിനാണ് ഈ കരഞ്ഞത്? ജോസഫ് അച്ഛൻ പറഞ്ഞില്ലായിരുന്നു നല്ലത് വരുമ്പം നല്ലത് പറയണം. ഭാര്യ പറഞ്ഞു, അച്ഛൻ പറഞ്ഞത് ശരിയാ, കഴിഞ്ഞ 3 പതിറ്റാണ്ട് കാലം ഞാൻ തനിക്ക് വെച്ച് വിളന്ന് തന്നിട്ടും എനിക്ക് നല്ലതൊന്നും പറയാനില്ല. അയൽവക്കത്തെ ആൻസമ്മയുടെ ചക്കപ്പുഴുക്കും കോഴിക്കറിയും വന്നപ്പോഴല്ലേ എനിക്ക് നല്ലത് പറയാനുണ്ടെന്ന്. എവിടെ നിന്ന് കിട്ടിയെന്ന് അറിഞ്ഞിട്ടേ പറയാവൂ. 1, ദൈവത്തിന് 1ാം സ്ഥാനം കൊടുക്കുക. 2, ദൈവത്തിൻ്റെ നാമം പാഴായി ഉപയോഗിക്കരുത്. എന്ന് പറഞ്ഞാൽ ദൈവനാമം മലിനമാകുന്ന വീട്ടിലുണ്ടാകും. തെറി പറയല്ലേ, ചീത്തവാക്ക് പറയല്ലേ. ചീത്ത വിളിക്കുന്ന ഭർത്താവ് ദൈവത്തിൻ്റെ നാമം കളങ്കപ്പെടുത്തും. ചീത്ത വിളിക്കുന്ന ഭാര്യ വീട്ടിലെ അന്തരീക്ഷം മലിനമാകും. ചീത്ത വിളിക്കുന്ന അപ്പനെക്കുറിച്ച് മക്കളുടെ മനസ്സിൽ ഒരു സ്ഥാനവുമില്ല. ചീത്തവാക്ക് വരുന്ന അമ്മയെക്കുറിച്ച് കുഞ്ഞുങ്ങളുടെ മനസ്സിൽ സ്ഥാനമില്ല. മലയാളത്തിൽ
ഏത് വാക്കുകൊണ്ടും തെറി പറയാൻ പറ്റും. ലോകഭാഷയിലെല്ലാം തെറിയുണ്ട്, പക്ഷെ തെറിക്ക് മുഴുപ്പ് കുറവാണ്. ഏറ്റവും നീണ്ട തെറിയുള്ള ഭാഷ ശ്രേഷ്ഠ ഭാഷയായ മലയാളമാണ്. ഗിന്നസ് ബുക്കിൽ ഏറ്റവും നീണ്ട തെറി കാസർഗോഡുകാരൻ ക്രിസ്ത്യാനി കുടുംബനാഥൻ്റെ തെറിയാണ്. ഒരു തെറിയുടെ നീളം 1 മിനിറ്റ് 2.5 സെക്കൻഡ്. ഉള്ളടക്കം ആര് തെറി കേട്ടോ, തെറി കേട്ടവൻ്റെ 7 തലമുറകളിലുള്ള അപ്പനപ്പൂപ്പന്മാരുടെ സകല അവയവങ്ങളും തലോടി കടന്നുപോയ ഒരു അന്താരാഷ്ട്ര തെറി. ഇപ്പം ചീത്ത വാക്കുകൾ കുടുംബത്തിൽ പറയല്ലേ. അപ്പൻ ചീത്ത വാക്ക് പറഞ്ഞോ ആൺകുട്ടി മോഡലാക്കും, അമ്മ ചീത്ത വാക്ക് പറഞ്ഞോ പെൺകുട്ടി റോൾ മോഡലാക്കും. ഇപ്പോൾ ദൈവനാമം മലിനമാകുന്ന വാക്കുകൾ പറയാൻ. 3, കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം. നമുക്കത് ഞായറാണ്, സഭ പറയുന്ന മറ്റ് പ്രധാനപ്പെട്ട ദിവസങ്ങളും. അങ്ങനെയുള്ള ദിവസങ്ങളിൽ നമ്മൾ കൂടുതൽ വേദപുസ്തകം വായിക്കണം, നല്ല ക്രിസ്തീയ ചാനൽ തുറന്നു വെക്കണം. 3 കൂടുതൽ ദശാംശം പള്ളിക്ക് കൊടുക്കണം. 1, ആരോഗ്യത്തിൻ്റെ ദശാംശം. മേശ പിടിച്ചിടാം, ബെഞ്ച് പിടിച്ചിടാം, കസേര പിടിച്ചിടാം, തുടയ്ക്കാം, വൃത്തിയാക്കാം, കൊച്ചു കൊച്ചു പണി ചെയ്യണം. ആരോഗ്യത്തിൻ്റെ ദശാംശം. 2, സമയത്തിൻ്റെ ദശാംശം. ഞായറാഴ്ച കുട്ടികളെ ബൈബിൾ പഠിപ്പിക്കാം, പ്രാർത്ഥനയിൽ പങ്കെടുക്കാം, പ്രാർത്ഥനാ ഗ്രൂപ്പുകളുണ്ട്, ദൈവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് സമയം ചെലവഴിക്കണം. 3, പണത്തിൻ്റെ ദശാംശം. പണത്തിൻ്റെ ദശാംശം എന്ന് പറഞ്ഞാൽ ആരും ഓർത്തേക്കല്ലേ തമ്പുരാനുള്ള ഫിക്സഡ് ഡിപ്പോസിറ്റ് വെള്ളരി എടുത്ത 10 രൂപയുടെ നോട്ട് അതായിരിക്കല്ലേ. പല പള്ളിയിലും കാണാം കരികല പോലെ ഈ 10 രൂപ. കാശുള്ളപ്പം എൻ്റെ പള്ളിക്ക് 1000 കൊടുക്കണം, കാശുള്ളപ്പം 500 കൊടുക്കണം, കാശ് കുറയുമ്പം 10 കൊടുക്കണം. ഒന്നുമില്ല കൊടുക്കണ്ട, ഉള്ളപ്പം ഉള്ളതുപോലെ ഇല്ലാത്തപ്പം ഇല്ലാത്തതുപോലെ. ഒരമ്മയും 7 വയസ്സുള്ള മോനും ഞായറാഴ്ച കുർബാന കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്നു. അമ്മ പറഞ്ഞു, എന്നാ ഉണക്കപ്പള്ളിയാ, ഫാനിന് കാറ്റില്ല, ഓർഗനിക് ശബ്ദമില്ല, കുർബാനയ്ക്ക് ഭക്തിയില്ല, കസേര പൊടി. മോൻ്റെ മറുപടി, എൻ്റെ അമ്മേ 10 രൂപയ്ക്ക് ഇതിലും കൂടുതൽ എവിടെ കിട്ടാനായിട്ട്? കാരണം കാണുന്നുണ്ട് അമ്മ ഇടുന്ന 10 നോട്ട്. ആരോഗ്യത്തിൻ്റെ അംശം, സമയത്തിൻ്റെ അംശം, സ്വത്തിൻ്റെ അംശം എൻ്റെ പള്ളിക്ക് ഞാൻ കൊടുക്കും. ആ ദിവസം പരിശുദ്ധമായി ആചരിക്കണം. ഒപ്പം വീട്ടിൽ കർത്താവിൻ്റെ മണിക്കൂർ വേണം. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ കർത്താവിൻ്റെ മണിക്കൂർ സമയം കണ്ടെത്തും. ആ മണിക്കൂർ രാത്രി 7-നും 9-നും ഇടയിൽ. 7 മണിക്ക് മുമ്പ് ഒരുപാട് ജോലി, 9 കഴിഞ്ഞാൽ വല്ലാത്ത ഉറക്കം. 7-നും 9-നും ഇടയിൽ ഒരു കർത്താവിൻ്റെ മണിക്കൂർ വേണം. ഒരു 20 മിനിറ്റ് കുറയാത്ത, 30 മിനിറ്റ് കൂടാത്ത ഒരു പ്രാർത്ഥന. അത് അപ്പൻ ശ്രദ്ധിക്കണം, അമ്മ ശ്രദ്ധിക്കണം. അപ്പനും അമ്മയ്ക്കും പ്രാർത്ഥന ഉണ്ടല്ലേ മക്കൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റൂ. പ്രാർത്ഥന ഇല്ലെങ്കിലോ കുഞ്ഞുങ്ങൾക്കും പ്രാർത്ഥിക്കാൻ പറ്റുമല്ല. നമ്മളെന്നും ഓർക്കണം. 5-ൽ പഠിക്കുന്ന ഒരു കുട്ടി സാറ് എത്ര പഠിപ്പിച്ചാലും ഒരു വാക്ക് അവൻ തെറ്റിച്ചേ പറയും. യൂണിവേഴ്സിറ്റി അവൻ പറയുമ്പോൾ യൂണിവേഴ്സിറ്റി സാർ കിഴിക്ക് നുള്ളി അടിച്ച് അവൻ അലറിക്കണം യൂണിവേഴ്സിറ്റി. സാർ അപ്പനോട് പറഞ്ഞു, ഇവൻ ഞാൻ റിട്ടയർ ആകുന്നതിന് മുമ്പ് നിങ്ങളുടെ മോനെ കൊണ്ട് യൂണിവേഴ്സിറ്റി എന്ന് പറയിപ്പിച്ചിട്ട് പിരിഞ്ഞാലും വേണ്ടിയല്ല. അതുകൊണ്ട് അവൻ ഉറങ്ങാൻ കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും ചെവി വെടി വെക്കുന്ന പോലെ യൂണിവേഴ്സിറ്റി പറഞ്ഞ് പതിപ്പിക്കണം. അപ്പം പറഞ്ഞു, സാറേ നിർബന്ധിക്കേണ്ട, അവൻ്റെ കപ്പാക്കിറ്റി അത്രയേ ഉള്ളൂ, അങ്ങനെ അവന് പറയാൻ പറ്റുള്ളൂ. എങ്ങനെയാണ് അപ്പൻ അമ്മ ആ ടൈപ്പ് മക്കളെന്നാണ് പറയുക. നമുക്ക് കുടുംബത്തിൽ ഒരു പ്രാർത്ഥന അന്തരീക്ഷം. ഞാൻ കഴിഞ്ഞ വർഷം നൈജീരിയയിലെ ലാഗോസിൽ ധ്യാനിപ്പിക്കുകയായിരുന്നു. 90% പേരും ഗോത്രവർഗ്ഗക്കാരായ ക്രിസ്ത്യൻസാണ്. മിക്ക വീട്ടിലും 10 മക്കളുണ്ട്, അപ്പനും അമ്മയും 10 മക്കളും. രാവിലെ എഴുന്നേറ്റിട്ട് അവർ ഒരു ജ്യൂസ് പോലെ എന്തോ കുടിച്ചിട്ട് അവർ പണിയാൻ പോകും. വൈകിട്ട് 4 മണിക്ക് തിരിച്ച് വരും. പണി കഴിഞ്ഞിട്ട് കുറുക്ക് പോലെ എന്തോ കഴിക്കും. അപ്പോൾ ഈ വീടിൻ്റെ മുറ്റത്തൊന്നും 1-2 ഏക്കർ സ്ഥലമുണ്ടെങ്കിൽ സ്ഥലത്തിൻ്റെ അടിയിലേക്ക് വഴി വെട്ടിയിരിക്കുക. 12 പേരുണ്ടോ 12 വഴി വീട്ടിൽ നിന്ന് ആരംഭിക്കും, 12 വഴികൾ. അപ്പോൾ ഓരോരുത്തരും നിശ്ചയിക്കപ്പെട്ട വഴിയിലൂടി പണി കഴിഞ്ഞ് വന്നിട്ട് പ്രാർത്ഥിക്കാൻ പോകണം. പറമ്പിൻ്റെ അരിയിൽ ചെന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച് പാട്ടും പാടി തിരിച്ചു വരും. വന്നിട്ട് കുറുക്ക് പോലെ എന്തോ കഴിച്ചിട്ട് കിടന്നുറങ്ങും. അമ്മയുടെ ഡ്യൂട്ടിയാണ് പ്രാർത്ഥിക്കാൻ. ആരെങ്കിലും പോയില്ലെങ്കിൽ അമ്മ പറയും കെട്ടിയവനോട്, ചേട്ടൻ്റെ വഴിയിൽ പുല്ലുകെളുത്തല്ലോ, മോളെ നിൻ്റെ വഴിയിൽ പുല്ലുകെളുത്തല്ലോ എന്ന് പറഞ്ഞാൽ കുറേ നാളായല്ലോ പ്രാർത്ഥിക്കാൻ പോയിട്ട്. അപ്പൻ്റെ കടമ, അമ്മയുടെ കടമ മക്കളെ ഓർമ്മിപ്പിക്കണം, ജീവിത പങ്കുകൾ പരസ്പരം ഓർപ്പിക്കണം. ഇതാണ് പ്രാർത്ഥന. കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം, കർത്താവിൻ്റെ മണിക്കൂറും പരിശുദ്ധമായി ആചരിക്കണം. 4, മാതാപിതാക്കളെ ബഹുമാനിക്കണം. മാതാപിതാക്കളെ അന്ത്യവിധിയിൽ മത്തായി 25:31 മുതൽ 46 വരെ അന്ത്യവിധിയിൽ 5 ചോദ്യങ്ങളേ ഉള്ളൂ. ഞങ്ങൾ അച്ഛന്മാരുടെയും സിസ്റ്റേഴ്സിൻ്റെയൊക്കെ അന്ത്യവിധി സഭയും ഞങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൻ്റെ വെളിച്ചത്തില. കുടുംബജീവിതത്തിൻ്റെ അന്ത്യവിധി മക്കൾ മാതാപിതാക്കളുടെ ബന്ധത്തിൻ്റെ വെളിച്ചത്തില. പ്രായമായ കാരണവന്മാരോട് കാണിക്കുന്ന കരുതലിൻ്റെ വെളിച്ചത്തിൽ അന്ത്യവിധി മത്തായി 25:31 മുതൽ 46 വരെ. 1, എനിക്ക് വിശന്നു ദാഹിച്ചു, ഭക്ഷണം തന്നു, പാനീയം തന്നു. നമ്മൾ പറയും സഭയുടെ സാധുജന സമരം, തർമ്മക്കാർ, ജില്ലാശുപത്രി, അനാഥമന്ദിരം, അഭയസ്ഥാപനം. 2-ാം സ്ഥാനം പെരയ്ക്കകത്ത് 80 വയസ്സിലെ അപ്പൻ, ഒപ്പപ്രായമുള്ള അമ്മ അപ്പ എന്ന് വിളി കേൾക്കാൻ
അമ്മ എന്ന് വിളി കേൾക്കാൻ വിശന്നു ദാഹിച്ചു. സ്നേഹത്തിൻ്റെ ഭക്ഷണം കൊടുത്തോ, സ്നേഹത്തിൻ്റെ പാനീയം കൊടുത്തോ, കൊടുത്തെങ്കിൽ സ്വർഗം, ഇല്ലെങ്കിൽ നരകം. ഒരു അമ്മച്ചിക്ക് 3 മക്കളാണ്. 2 മക്കൾ ഈ 2 ഓയിൽ സാരി മേടിച്ചു കൊടുത്തു. ഇളയവൻ ബാങ്കിലെ അറ്റൻഡറാണ്. അമ്മ പറഞ്ഞു അവൻ്റെ കൈകൊണ്ട് ഒരു ഓയിൽ സാരി മേടിച്ച് കൊടുത്തിട്ട് മരിച്ചാൽ മതിയെന്ന ഒരു നിശ്ചിത പ്രായമാകുമ്പോഴുള്ള ഒരവസ്ഥയാണ്. വിശന്നു ദാഹിച്ചു, ഭക്ഷണം കൊടുത്തോ, പാനീയം കൊടുത്തു. 2, ഞാൻ രോഗിയായിരുന്നു, നിന്നെ ആശ്വസിപ്പിച്ചു. രോഗിയായിരുന്നു, നിന്നെ ആശ്വസിപ്പിച്ചു. എന്താണ് രോഗം? അപ്പൻ്റെ കണ്ണ് കാണാൻ മേലെങ്കിൽ ദൂരെ കൂടെ പോകുകയല്ല, അപ്പന് തൊടാവുന്ന ദൂരത്തിൽ മക്കളും മരുമക്കളും കൊച്ചുമക്കളും ഇടയ്ക്ക് ഇരുന്ന് കൊടുക്കണം. അമ്മയുടെ ചെവി കേൾക്കുകയല്ലേ തൊണ്ട പൊടുന്ന പോലെ ഇടയ്ക്ക് വർത്തമാനം പറയണം. ഒന്നുമല്ലേ ചുമ്മാ മൂളി കേൾക്കണം. കാരണന്മാർക്ക് ഏറ്റവും ഇഷ്ടമാണ് മക്കളും കൊച്ചുമക്കളും മൂളുന്നത്. ഇടയ്ക്ക് ചോദിക്കും, ഞാൻ പറഞ്ഞു കേൾക്കുന്നുണ്ടോടാ, കേൾക്കുന്നുണ്ടോടി, പിന്നെ എന്നാ മൂളാത്തത്? ചില മക്കളും മൂളുന്ന കേട്ടാൽ പൊമരേനിയം പട്ടി വരയ്ക്കുന്ന പോലെ ചില മക്കളുടെ മൂളൽ. യാ 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 യാ. ഒരുത്തൻ ജർമ്മനിയിൽ നിന്ന് വന്നു, 3 വർഷം കൂടി. അമ്മയ്ക്ക് 80 വയസ്സ്. അമ്മ പറഞ്ഞു മോനെ പിത്തം കഫം ചുമ കൊര ക്ഷീണം പറഞ്ഞു യാ യാ 80 അമ്മ അങ്ങനെയൊക്കെ യാ. അമ്മയ്ക്ക് ചൊറിഞ്ഞു കയറുക. അമ്മ പറഞ്ഞു മോനെ അമ്മയുടെ സാരിയും ബ്ലൗസും കഴിഞ്ഞ ആഴ്ച ഒരു എലി വെട്ടി. റിയലി അല്ല മോനെ, പഴയ പെരേലി വെട്ടി ദൂരെ കളഞ്ഞത്. അടുത്തിരിക്കണം, മൂളി കേൾക്കണം, വർത്താനം പറയണം. രോഗിയായിരുന്നു, ആശ്വസിപ്പിച്ചു. 3, ഞാൻ പരദേശിയായിരുന്നു, എനിക്ക് പാർപ്പിടം തന്നു. ആരാ പരദേശി? ബംഗാളി, ബീഹാറി, ആസാം, ജാർഖണ്ഡുകാരല്ല. പരദേശി എൻ്റെ ഹൃദയത്തിൽ സ്ഥാനമില്ലെങ്കിൽ പരദേശി. മോൻ കല്യാണം കഴിച്ചു വന്ന നാളുകളിൽ അവൻ അപ്പനും വേണ്ട അമ്മയും വേണ്ട, അവൻ്റെ ഭാര്യ മാത്രം മതി. ചില പൊട്ടന്മാർ കെട്ടിയാൽ പിന്നെ ഇങ്ങനെ, ചില അവന്മാർ ഭാര്യ കൊണ്ട് പോകുന്ന കണ്ടാത്തൊന്നും ലോകത്തൊരു പെണ്ണുങ്ങളുമില്ലാത്ത രണ്ട് എക്സ്ട്രാ അവയവം അവൻ്റെ അവക്കേ ഉള്ളൂ. എഴുന്നേച്ച് കൊള്ളുന്ന പൊട്ടന്മാരെ കണ്ടിട്ടുണ്ട്. പിന്നെ അമ്മയും വേണ്ട അപ്പനും വേണ്ട, ഇവള് മാത്രം ശരിയല്ലല്ലോ. ഈ കല്യാണത്തിൻ്റെ ആദ്യ നാളുകളിൽ വലിയ ആവേശമൊക്കെ കാണും. ഒരുത്തൻ കല്യാണം കഴിഞ്ഞ് അവൻ്റെ ഭാര്യയും കൊണ്ട് വരിക. ഗേറ്റ് ആയപ്പോൾ വീഡിയോക്കാരൻ പറഞ്ഞു, നീ അവിടെ നിന്ന് കോരിയെടുത്ത്, ഇന്ന് പെർഫ്യൂമിന് നല്ല മണമുണ്ട്. അവൻ കഷ്ടപ്പെട്ട് കോരിയെടുത്തപ്പോൾ സിമെൻറ്റിയാക്ക് പോലെ ഓവർ വെയിറ്റ് അവൻ ചെരിഞ്ഞ് ഇവിടെ ചുമന്നുകൊണ്ട് പോവുക. പിന്നെ അമ്മ ഇത് കണ്ടു, പെരയ്ക്കകത്തിരുന്നു. അമ്മ പറഞ്ഞു, വിവാഹത്തിൻ്റെ അത്ഭുതം എൻ്റെ കർത്താവേ, 5 കിലോ റേഷനറി കിട്ടിയാൽ ഓട്ടോറിക്ഷയെ കൊണ്ടുവരുന്നവനാ, 67 കിലോ ചുമന്നുകൊണ്ട് വരുന്ന വരവ് കണ്ടില്ലേ. അപ്പം ആ നാളുകളിൽ പിന്നെ അപ്പനും അമ്മയല്ല, അവൾ മാത്രം. ഇത് വിവാഹത്തിൻ്റെ ആദ്യ നാളെങ്ങനെ കുറേ കഴിയുമ്പോഴത്തേക്കൊന്ന് മാറും. കത്തോലിക്ക സഭയിൽ 50 നോമ്പിൻ്റെ കാലഘട്ടത്തിൽ ഒരു പ്രാർത്ഥനയുണ്ട്. അതിന് വിളിക്കുന്ന വാക്ക് കുരിശിൻ്റെ വഴി എന്നാണ്. കുരിശിൻ്റെ വഴി. ഞാൻ 50 നോമ്പിൽ വെള്ളിയാഴ്ച ഒരു പള്ളിയിൽ ധ്യാനിപ്പിക്കുക. 6 മണിക്ക് കുരിശിൻ്റെ വഴി, തുടർന്ന് 8:30 വരെ അച്ഛൻ്റെ പ്രസംഗമാണ്. ഞാൻ പള്ളിയിലോട്ട് പോകുമ്പോൾ 65 വയസ്സ് പ്രായമുള്ള സ്ത്രീ വീർത്ത മുഖമായിട്ട് മുമ്പിൽ പോകുന്നു. ഒപ്പം പ്രായമുള്ള കെട്ടിയവൻ വീർപ്പിച്ച മുഖമായിട്ട് പുറകെ പോകുന്നു. ഞാൻ ചേട്ടാ 50 നോമ്പിലെ വെള്ളിയാഴ്ചയല്ലേ, കുരിശിൻ്റെ വഴിക്ക് പോകുന്നില്ലേ? ചേട്ടൻ പറഞ്ഞു, ആ വഴിക്ക് തന്നെ അച്ഛാ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ആദ്യം നന്നായിട്ട് തുടങ്ങി, പിന്നെ ജീവിതം കുരിശായിട്ട് മാറാം. ഇവിടെയാണ് പരദേശിയായിരുന്നു പാർപ്പിടം തന്നു. 4, നഗ്നനായിരുന്നു, ഉടുപ്പിച്ചു. ഒരിക്കലും അപ്പനും അമ്മയ്ക്കും നാണക്കേട് തോന്നരുത്. അപ്പനും അമ്മയ്ക്കും ചില പറയും, മോനും മോൻ്റെ ഭാര്യയ്ക്കും വേണ്ട, ആത്മഹത്യ ചെയ്താൽ ആത്മാവ് നഷ്ടപ്പെടുമല്ലോ എന്നോർത്ത് അങ്ങ് സഹിക്കുക. ഒരിക്കലും ഒരു നാണക്കേട് കുടുംബത്തിൽ തോന്നരുത്. ഏതാനും മാസങ്ങൾ മുഹമ്മയിൽ സഹർവ ജാതികളിൽ ചേർന്ന ഒരു വലിയ കുടുംബസംഗമം. ഞാൻ മുഖ്യപ്രസംഗം. സ്വാഗതം അരൂർ MLA ഗായിക ഡെലീമ. അധ്യക്ഷൻ മുൻ ഹൈക്കോടതി ജഡ്ജി കമാൽ പാഷ. എന്നെ പ്രസംഗം കഴിഞ്ഞ ആൾക്കാരൻ്റെ കയ്യെ പിടിച്ചു എന്തൊക്കെയോ പറഞ്ഞപ്പോൾ കമാൽ പാഷ പറഞ്ഞു, അച്ഛൻ ആയുധങ്ങളെ കാണുമ്പോൾ ഒരു കാര്യം പറഞ്ഞു കൊടുക്കണം. ഒരിക്കലും അപ്പനും അമ്മയും ജീവിച്ചിരിക്കുമ്പോൾ സ്വന്തം വീടിരിക്കുന്ന സ്ഥലം ഒരു മകനും എഴുതി കൊടുക്കരുത്. എത്ര പ്രിയപ്പെട്ട മകനും മകൻ്റെ ഭാര്യയാണെങ്കിലും ഇങ്ങനെ എഴുതാവുള്ളൂ. ഞങ്ങളുടെ കാലശേഷം അങ്ങനെ എഴുതിക്കണം. കാരണം ഇന്ന് മക്കൾക്ക് എഴുതി കൊടുത്ത ശേഷം കരയുന്ന ഒരുപാട് അപ്പനമ്മമാരെ കാണാം. ഒരിക്കലും അപ്പനും അമ്മയ്ക്കും നഗ്നത നാണക്കേട് തോന്നരുത്. 5, ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു, നീ എന്നെ സന്ദർശിച്ചോ. എന്താ വ്യത്യാസം? ഞാൻ പെരയ്ക്കകത്ത് കയറി ഞാൻ തന്നെ സാക്ഷിയിട്ടാൽ ഗൃഹം. ഞാൻ മുറിയിൽ കയറുമ്പോൾ പുറത്തുനിന്ന് സാക്ഷ വീണോ കാരാഗ്രഹം. ഒരു മുറി ഗൃഹമാകുന്നത് ഞാൻ അടയ്ക്കുമ്പോൾ, കാരാഗ്രഹമാകുന്നത് പുറത്തുനിന്ന് പൂട്ടുമ്പോഴാണ്. അപ്പനമ്മമാർക്ക് വീട് കാരാഗ്രഹമാകരുത്. കൊച്ചുമക്കളെ അടുത്തിരുത്തി വർത്തമാനം പറയിപ്പിക്കണം. നമ്മൾ പരമാവധി സംസാരിക്കണം, വർത്തമാനം പറയണം. സംസാരിക്കുന്ന അന്തരീക്ഷം നിങ്ങൾ എങ്ങനെ പെരുമാറുന്നോ നിങ്ങളുടെ മക്കളത് കണ്ടുപിടിക്കും. ഒരു വീട്ടിൽ 75 വയസ്സുള്ള വല്യപ്പൻ ചാരികസേനെ കാര്യം നീട്ടിരുന്ന പത്രം വായിക്കുന്നു. 7 വയസ്സുള്ള പേരക്കുട്ടി പറഞ്ഞു, വല്യപ്പ കണ്ണട ഊരിയിട്ട് കണ്ണം അടയ്ക്കാവോ? വല്യപ്പൻ പറഞ്ഞു, പത്രവായന കഴിഞ്ഞിട്ട് അടയ്ക്കാം. 1/2 മണിക്കൂർ കഴിഞ്ഞു, വാടാ ഇനി കളിക്കാം. മടി കയറിയിരുന്നു, കണ്ണെ പിടിച്ചു. ശരിക്കും അടഞ്ഞല്ലേ? അടഞ്ഞു. ഇനി
ഞങ്ങളുടെ വീട്ടിൽ സമാധാനമായെന്നാണ് തോന്നുന്നത്. അതെന്നാടാ എന്നും കിടക്കാൻ നേരത്ത് മമ്മി ഡാഡിയോട് പറഞ്ഞേക്കാം, അപ്പം എൻ്റെ കണ്ണടഞ്ഞാൽ വീട്ടിൽ സമാധാനം ഉണ്ടാവും, ഈ വീട്ടിൽ സമാധാനം ഉണ്ടാവും. നമ്മൾ എന്ത് പറയുന്നു അത് മക്കൾ കണ്ടുപഠിക്കുന്നു, കേട്ടുപഠിക്കുന്നു. അപ്പം മാതാപിതാക്കളെ ബഹുമാനിക്കണം. 5-ാം പ്രമാണമാണ് കൊല്ലരുത് എന്ന് പറഞ്ഞാൽ ജീവിക്കാൻ അനുവദിക്കണം. നമുക്ക് പറയാൻ പറ്റുമോ? ഇപ്പോൾ കുഞ്ഞുങ്ങൾക്ക് 3 വിദ്യാഭ്യാസം കൊടുത്തോണം. ഭൗതിക വിദ്യാഭ്യാസം, സെക്സ് എഡ്യൂക്കേഷൻ, ആത്മീയവിദ്യാഭ്യാസം, സഭയുടെ പരിശുദ്ധ പാരമ്പര്യം കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചിരിക്കണം. പരമ്പരാഗത പ്രാർത്ഥന കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചിരിക്കണം. ഞായറാഴ്ചകളിൽ മതബോധനത്തിന് കുഞ്ഞുങ്ങൾ പോകുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തണം. 3 വിദ്യാഭ്യാസം, സെക്സിൻ്റെ, ആത്മീയതയുടെ, ഭൗതികതയുടെ വിദ്യാഭ്യാസം. അങ്ങനെ കുഞ്ഞുങ്ങളെ വളരാൻ അനുവദിക്കണം. നമുക്ക് പറയാൻ പറ്റുമോ നമ്മുടെ കുഞ്ഞുങ്ങൾ നാളെ ആരായിത്തീരുമെന്ന്? ഒരിക്കലും പറയാൻ പറ്റുകയില്ല. അതുകൊണ്ട് ഓരോ അമ്മയും കുഞ്ഞിനെ തൊട്ടിലിട്ട് താരാട്ട് പാടും. രാരോ രാരി രാരു. നമ്മളോർക്കും കേൾക്കാൻ രസവള ലല്ലവി പല്ലവി ഈരടി അമ്മ പാടുക അല്ല. ഓരോ അമ്മയും കുഞ്ഞിനെ തൊട്ടിലിട്ട് ആട്ടിക്കൊണ്ട് ദൈവത്തിന് മുഖത്ത് നോക്കി ചോദ്യമാണ് താരാട്ട്. എൻ്റെ ദൈവമേ, തൊട്ടിക്കിടക്കുന്ന ഈ സാധനം ആരാരോ, ഇതാരീരാരോ, ഒരു പിടിയുമില്ല. ആൺകുട്ടിയെ തൊട്ടിലിട്ട് ആട്ടിക്കൊണ്ട് അമ്മ ദൈവത്തോട് ചോദിക്കുക, ദൈവമേ, ഇവൻ അച്ഛനാവുമോ, സാറാവുമോ, എഞ്ചിനീയറാവുമോ, പോലീസാവുമോ, തീവ്രവാദിയാവുമോ, ഇവൻ ആരാരോ? പെണ്ണിനെ തൊട്ടിലിട്ട് ആട്ടിക്കൊണ്ട് ദൈവമേ, ഇവൾ ബാങ്ക് മാനേജരാവുമോ, നേഴ്സാവുമോ, സുഹൃത്തിയാവുകയാവുമോ, വനിതാ പോലീസാവുമോ, മിലിറ്ററി നേഴ്സാവുമോ, അതോ രസതന്ത്രക്കാരി കൂടത്തായി ജോളിയാവുമോ, ഊർജ്ജതന്ത്രക്കാരി സരിതാ നായരാവുമോ, നയതന്ത്രക്കാരി സ്വപ്ന സുരേഷ് ആവുമോ, അതോ ജ്യൂസുകാരി രേഷ്മയാവുമോ? ഇതാരീരാരും ഒരു പിടിയുമില്ല. ഇപ്പോൾ കുഞ്ഞുങ്ങൾക്ക് 3 വിദ്യാഭ്യാസം, ഭൗതിക വിദ്യാഭ്യാസം, ആത്മീയ വിദ്യാഭ്യാസം, സെക്സ് എഡ്യൂക്കേഷൻ, ഇത് 3 കൊടുത്ത് വളർന്നു. കൊല്ലരെന്ന് പറയുമ്പോൾ ജീവിക്കാൻ അനുവദിക്കണം. 6 വ്യഭിചാരം ചെയ്യൽ. എന്താ വ്യഭിചാരം ചെയ്യൽ? വിവാഹത്തിന് മുമ്പ് ആണുങ്ങൾക്ക് പല സ്വപ്നം, പെണ്ണുങ്ങൾക്ക് പല സ്വപ്നം. സ്വപ്നത്തിൽ ഉള്ള പുരുഷനെ കിട്ടുകയല്ല, സ്വപ്നത്തിലുള്ള ഭാര്യയും കിട്ടുകയല്ല. കല്യാണത്തിന് ശേഷം വീണ്ടും അങ്ങനെ ഒന്നിനെ ഓർത്തോണ്ടിരുന്നാൽ ഹൃദയത്തിലെ വ്യഭിചാരം. കിട്ടിയ ഭാര്യ, കിട്ടിയ ഭർത്താവ്, അതിനപ്പുറം ഒന്നുമില്ല. അവർ ചിന്ത വേണം. ഞാനൊരു സ്ഥലത്ത് അബ്രഹാമിൻ്റെ ചരിത്രം വ്യാഖ്യാനിച്ചവൻ പറഞ്ഞു, അബ്രഹാമിന് ഭാര്യയിൽ മക്കളുണ്ടായിരുന്നപ്പോൾ വേലക്കാരിയിൽ മക്കളെ ജനിപ്പിക്കാം. അന്ന് രാജ്യത്തിൻ്റെ നിയമം കൂലിക്കാരി വന്നു പോകുന്നവൾ, വേലക്കാരി വീട്ടിൽ നിന്ന് പണിയുന്നവൾ. ഭാര്യയിൽ മക്കളില്ലെങ്കിൽ വേലക്കാരിയിൽ മക്കളെ ജനിപ്പിച്ച് തലവല നിലനിർത്താം. 1850 BC പശ്ചിമേഷ്യയിലെ പാരമ്പര്യം എന്ന് പറഞ്ഞപ്പോൾ ഒരു മനുഷ്യൻ ചോദിച്ചു, ഒരു പ്രായമുള്ള ആൾ, ജോസഫച്ച, ആ രാജ്യം ഇപ്പോഴും ഉണ്ടോ? വിസ കിട്ടാൻ സാധ്യതയുണ്ടോ? അപ്പം നമുക്കിന്ന് ജീവിതത്തിൽ ഉള്ളത് തൃപ്തിയില്ലാത്തവരാ വ്യഭിചാരം ചെയ്യൽ. 7 കള്ളസാക്ഷ്യം പറയും. ഞാൻ ആരുടെയും പേര് നശിപ്പിക്കൽ. ഇന്ന് കള്ളസാക്ഷ്യത്തിൻ്റെ പ്രത്യേക അവസരമാണ് വാട്സപ്പുകൾ. ആർക്കും വാട്സപ്പിൽ എന്ത് തെമ്മാടിത്തരവും പറഞ്ഞു വിടാം. വാട്സപ്പ് മെസ്സേജ് ഷെയർ ചെയ്യരുത്. TV വാർത്ത ഷെയർ ചെയ്യാം. വാട്സപ്പിലെ മെസ്സേജ് ഷെയർ ചെയ്ത് പിന്നീട് അത് സത്യമല്ലെന്ന് അറിഞ്ഞാൽ നമുക്ക് എന്തോ ഒരു ഉപരവാണ്. അപ്പം നമ്മൾ മൂലം ആരും പേര് നശിപ്പിക്കൽ. അതുകൊണ്ടാണ് പറയുക, നല്ല പണിയുള്ളവൻ തംസപ്പ്, ചെറിയ പണിയുള്ളവൻ സിപ്പപ്പ്, ഒരു പണിയില്ലാത്തൊരു വാട്സപ്പ് എന്നാണ് പറയുക. അപ്പം നമ്മൾ അതിൽ ശ്രദ്ധിക്കണം. നമ്മൾ മൂലം ആരും പേര് നശിപ്പിക്കൽ. 8 മോഷ്ടിക്കരുത്. അർഹതയില്ലാത്ത പൈസ വീട്ടിൽ വെക്കരുത്. അർഹതയുള്ള പൈസ. പണിക്കാരൻ്റെ കൂലി 600, 300 പണിയാം പാവപ്പെട്ടവൻ പറഞ്ഞാൽ 300 പണിയിപ്പിച്ചാൽ മുതലാളി 300 കട്ട കള്ളനാണ്. നാട്ടിലെ കൂലി കൊടുത്തിട്ടില്ല. 600 മേടിക്കുന്നവൻ 300 മുതലാളി കഴിഞ്ഞാൽ അവൻ മക്കൾ അനുഭവിക്കുകയല്ല. കാരണം കട്ട പൈസയാണ്. ചെയ്യുന്ന ജോലിക്ക് ആനുപാതികമായി കൂലി കൊടുക്കണം. മേടിക്കുന്ന കൂലിക്ക് ആനുപാതികമായ പണിയും ചെയ്യണം, അല്ലെങ്കിൽ മോഷണമാണ്. 9 അന്യൻ്റെ ഭാര്യയെ മോഹിക്കരുത്. അത് ആണുങ്ങളോട്, പെണ്ണുങ്ങളോട്, കൂട്ടുകാരിയുടെ കെട്ടിയവനെ ദാഹിക്കരുത്. കിട്ടിയ ഭർത്താവ്, കിട്ടിയ ഭാര്യ. ഞാൻ തിരുവനന്തപുരത്ത് നിൽക്കുക, ഞാൻ കൊട്ടാരക്കര നിൽക്കുന്നു. തിരുവനന്തപുരത്തിനും പോകണം, തിരുവല്ലായ്ക്കും പോകണം. ആദ്യം വണ്ടിക്ക് പോകാം. തിരുവനന്തപുരം വണ്ടി കിട്ടിയപ്പോഴൊക്കെ തിരുവല്ല വണ്ടി ആയിരുന്നെങ്കിൽ മൈലമുണ്ട്, അടൂരുണ്ട്, പന്തളമുണ്ട്, ചെങ്ങന്നൂരുണ്ട്, തിരുവല്ല വരെ കാണാം. ഓർത്തേക്കല്ലേ. തിരുവനന്തപുരം വണ്ടിയെ കയറുമ്പോഴേ ആസ്വദിക്കണം. ആയൂരുണ്ട്, കിളിമാനൂരുണ്ട്, വെഞ്ഞാറമ്മൂടുണ്ട്, വെമ്പായമുണ്ട്, വട്ടപ്പാറയുണ്ട്, കേശദാസപുരമുണ്ട്. ആസ്വദിക്കണം. ഞാൻ പൗരോഹിത്യത്തിൻ്റെ വണ്ടിയെ കയറി കത്തോലിക്കാ സഭയിൽ കല്യാണം കഴിക്കാത്ത വൈദികരുടെ സമൂഹത്തിൽ സന്യാസിയായി 32 വർഷമായി. ഇടയ്ക്കിടയ്ക്ക് തോന്നുക, പെണ്ണ് കെട്ടിയാൽ മതിയായിരുന്നു. വണ്ടി കണ്ടേനെയും വള്ളം കണ്ടേനെയും കോഴി കണ്ടേനെയും വീട് കണ്ടേനെയും ഒരിക്കലും ഓർക്കല്ലേ. ഈ വണ്ടി ആസ്വദിക്കണം. ഇങ്ങനെ പ്രസംഗിക്കാം, സംസാരിപ്പിക്കാം, വചനം പഠിപ്പിക്കാം. എൻ്റെ വണ്ടി തെറ്റിയോന്ന് ഓർക്കുമ്പോഴാണ് എന്നോട് കോളേജിൽ പഠിച്ച 3 മക്കളെ അപ്പൻ്റെ ഫോൺ, ജോസഫച്ച, അപ്പനായവരെ ഇനി അച്ഛനാക്കുന്ന സഭ വല്ലതുള്ളൂ. അവൻ അവൻ്റെ വണ്ടി എടുത്തു. എവിടെയാണോ ഉറച്ചിരിക്കുക, മറ്റൊന്നോ ഓർക്കാതിരിക്കുക. 10 അന്യൻ്റെ വസ്തു ആഗ്രഹിക്കൽ. കുടുംബത്തിൽ അനുഗ്രഹം വേണോ? ഉള്ള പണം കൊണ്ട് ജീവിക്കണം, മോഷണമല്ല. 8 ലക്ഷത്തിന് കാറ് മേടിക്കാൻ പറ്റുന്നവൻ 8 ലക്ഷത്തിന് കാറ് മേടിക്കാവും. കടം മേടിച്ച് കൂടിയ കാറ് മേടിച്ചാൽ അവൻ ജപ്തി വിധേയനാവും. 10 ലക്ഷത്തിന് ചെറിയ വില പണിയാൻ പറ്റുന്നത് അത് മതി. പിന്നെ കിട്ടുമ്പം മുഴിപ്പിക്കുക. ലോണെടുത്ത് വില പണിതാൽ ആ വീട് അനുഭവിക്കാൻ പറ്റുമല്ല. ഉള്ളതുകൊണ്ട് ഒതുങ്ങി ജീവിക്കണം കുടുംബത്തിൽ. പ്രധാനമന്ത്രി കിട്ടുന്ന ചികിത്സ അച്ഛനായി ഞാൻ പ്രതീക്ഷിക്കൽ.
അച്ഛനായ എനിക്ക് കിട്ടുന്ന ചികിത്സ ഒരു തർമ്മക്കാരൻ പ്രതീക്ഷിക്കൽ. നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയിൽ ഒതുങ്ങുക, തൃപ്തിയോടെ ജീവിക്കുക. അങ്ങനെ കുടുംബം ഭാഗ്യമുള്ള കുടുംബമായി മാറട്ടെ. നമ്മുടെ വീടുകൾ ദൈവാനുഗ്രഹത്തിന് വേദിയായി മാറട്ടെ. കാനായിൽ വിവാഹത്തെ ആസ്വദിച്ച ഒരു കുടുംബത്തിൽ വളർന്ന കർത്താവായ യേശു നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ എല്ലാ സമരങ്ങളെയും സമൃദ്ധമായി ആശീർവദിക്കട്ടെ. ആമേൻ.